ശാപം തിങ്ങും ഈ ലോകയാത്രയിൽ, പാപം തിങ്ങും ശാപം തിങ്ങും ഈ ലോകയാത്രയിൽ, കൈവിടാതെ കൂടെ നിന്ന് ശോഭയേകണേ, കൈവിടാതെ കൂടെ നിന്ന് ശോഭയേകണേ. നീതി സൂര്യനേ, നീതി സൂര്യനേ. ജീവിതം അതെത്ര ശോഭനം, മന്നവനെ നീ തെളിച്ച പാത തേടുമ്പോൾ. മധ്യജീവിതം അതെത്ര ശോഭനം, മന്നവനെ നീ തെളിച്ച പാത തേടുമ്പോൾ. മാറ്റിടാവ് പോലെ തുള്ളി മാനവനവനണയുമ്പോൾ, മാറ്റിടാവ് പോലെ തുള്ളി മാനവനവനണയുമ്പോൾ, പൊന്നുനാഥ തിരുമാറിൽ ചേർത്തിടേണമേ, പൊന്നുനാഥ തിരുമാറിൽ ചേർത്തിടേണമേ. നീതി സൂര്യനേ, നീതി സൂര്യനേ. വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 25-ാം അധ്യായം 31 മുതൽ 40 വരെയുള്ള വാക്യങ്ങൾ. ബാറക്കിമോർ, മനുഷ്യപുത്രൻ തൻ്റെ തേജസ്സോടെ സകല വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ അവൻ തൻ്റെ തേജസ്സിൻ്റെ സിംഹാസനത്തിലിരിക്കും. സകല ജാതികളും അവൻ്റെ മുമ്പിൽ കൂടും. അവൻ അവരെ ഇടയൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കുന്നത് പോലെ വേർതിരിച്ച് ചെമ്മരിയാടുകളെ തൻ്റെ വലത്തും കോലാടുകളെ എടുത്തും നിർത്തും. രാജാവ് തൻ്റെ വലത്തുള്ളവരോട് അരുളി ചെയ്യും, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വരുവീൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവീൻ. എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിക്കുവാൻ തന്നു. ദാഹിച്ചു, നിങ്ങൾ കുടിക്കുവാൻ തന്നു. ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചു. നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ കാണുവാൻ വന്നു. തടവിലായിരുന്നു, നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നു. അതിന് നീതിമാന്മാർ അവനോട്, കർത്താവേ, ഞങ്ങളെപ്പോൾ നിന്നെ വിശന്ന് കണ്ടിട്ട് ഭക്ഷിക്കുവാൻ തരികയോ ദാഹിച്ചു കണ്ടിട്ട് കുടിക്കുവാൻ തരികയോ ചെയ്തു? ഞങ്ങളെപ്പോൾ നിന്നെ പരദേശിയായി കണ്ടിട്ട് ചേർത്ത് കൊള്ളുകയോ നഗ്നനായി കണ്ടിട്ട് ഉടുപ്പിക്കുകയോ ചെയ്തു? നിന്നെ രോഗിയായിട്ടോ തടവിലോ എപ്പോൾ കണ്ടിട്ട് ഞങ്ങൾ നിൻ്റെ അടുക്കൽ വന്നു എന്ന് ഉത്തരം പറയും. രാജാവ് അവരോട്, എൻ്റെ ഈ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങൾ ചെയ്തിടത്തോളം എല്ലാം എനിക്ക് ചെയ്തു എന്ന് ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു എന്ന് അരുളി ചെയ്യും. ബാറക്കിമോർ. സ്വാഗത പ്രസംഗത്തിനായി കൺവെൻഷൻ വൈസ് പ്രസിഡന്റും കോഴഞ്ചേരി സെയിൻറ്റ് മാത്യൂസ് വലിയ പള്ളി വികാരിയുമായ വന്നി പി ടി മാത്യൂസ് അച്ഛനെ ക്ഷണിക്കുന്നു. അഭിവന്യ കിളിമി തിരുമേനി, അഭിവന്യ സറാഫിൻ തിരുമേനി, നമ്മുടെ ഇന്നത്തെ ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്ന ഡോക്ടർ ബിജു ജേക്കബ്, ബഹുമാനപ്പെട്ട റംബാച്ചൻ, ബഹുമാനപ്പെട്ട കോർ എപ്പിസ്കോപ്പന്മാർ, ബഹുമാനപ്പെട്ട വൈദികശ്രേഷ്ഠരെ, വിശിഷ്ടാതിഥികളെ, വിവിധ ഇടവകളിൽ നിന്നും ഈ കൺവെൻഷനിൽ സംബന്ധിക്കുവാനായിട്ട് കടന്നു വന്നിരിക്കുന്ന ഏവരുമേ, മലങ്കര ഓർത്തഡോക്സ് സഭയിലെ തുബോൺ ഭദ്രാസനത്തിലെ കോഴഞ്ചേരി ഡിസ്ട്രിക്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന കോഴഞ്ചേരി സെൻറ്റ് മാത്യൂസ്, മജത്തർമാർ ബെസ്ഹാനനിയ, നാരങ്ങാൺമാർ ഓസിയോസ് എന്നീ പള്ളികളിലെ സുവിശേഷ സംഘത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന മെൽത്തോ 2014 കൺവെൻഷൻ്റെ ആദ്യ ദിനത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. ഈ വർഷത്തെ ചിന്താവിഷയമായ ഈ എളിയവരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്തിടത്തോളം എല്ലാം എനിക്കാവുന്ന ചെയ്യുന്നുള്ള കർത്താവിൻ്റെ കൽപ്പന നമ്മെ കൂടെ നിറവേറ്റുവാനായിട്ട് നമുക്ക് കഴിയും. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് പ്രവേശിക്കുന്നു. കൺവെൻഷൻ്റെ ആദ്യ ദിനമായി ഇന്നത്തെ യോഗത്തിൽ അധ്യക്ഷപദം അലങ്കരിക്കുന്നത് നമ്മുടെ ഇടമെത്രാപ്പോലത്തെ അഭിമന്യ കുര്യാക്കോസ് മാർ ക്ലീമിയസ് മെത്രാപ്പോലത്തെ തിരുമനസ്സുകൊണ്ടാണ്. എല്ലാ കാര്യങ്ങളിലും
എല്ലായ്പ്പോഴും നമ്മോടൊപ്പമുള്ള തിരുമേനി. ഈ കൺവെൻഷൻ യോഗം ഏറ്റവും ഭംഗിയായി നടക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന തിരുമേനി. ദിവസവും കൺവെൻഷൻ്റെ നടത്തിപ്പിനെ പറ്റി വിവരങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന തിരുമേനി. കഴിഞ്ഞ വർഷത്തെ കൺവെൻഷനെ പറ്റി ഇപ്പോഴും പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുന്ന തിരുമേനി. കോഴഞ്ചേരി ഡിസ്ട്രിക്റ്റിലെ സുവിശേഷ സംഘത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വളരെയേറെ ശ്ലാഘിച്ചുകൊണ്ടിരിക്കുന്ന തിരുമേനി. എപ്പോഴും പുഞ്ചിരിക്കുന്ന മുഖമായിരിക്കുന്ന തിരുമേനി. സസ്യജീവജാലങ്ങളെ ഏറ്റവും സ്നേഹിക്കുന്ന തിരുമേനി. അങ്ങനെ ഈ സവിശേഷകൾ എല്ലാം കൂടിയ നമ്മുടെ ഭദ്രാസന അധിപനായിരിക്കുന്ന അഭിമന്യ ക്ലിമീസ് തിരുമനസ് കൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ യോഗത്തിലെ അധ്യക്ഷപദം അലങ്കരിക്കുന്നത്. ഇന്നത്തെ യോഗത്തിൽ അധ്യക്ഷപദം അലങ്കരിക്കുന്ന ഇടമെത്രാപ്പൊലിത്ത അഭിമന്യ കുര്യാക്കോസ് മാർ ക്ലിമീസ് തിരുമനസിനെ വളരെ സന്തോഷത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് വചനപ്രഘോഷണം നടത്തുന്നത് അഭിമന്യ എബ്രാഹിം സെറാഫി മെത്രാപ്പൊലിത്ത തിരുമനസ് കൊണ്ടാണ്. അദ്ദേഹം ബാംഗ്ലൂർ ഭദ്രാസന അധിപനാണ്. മലങ്കര ഓർത്തഡോക്സ് സഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ തിരുമേനിയാണ്. നമ്മുടെ അടുത്ത സ്ഥലമായ തുമ്പോൺ സ്വദേശിയാണ്. ഏറത്തുമ്പോൺ സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് ഇടവാംഗമാണ്. എല്ലാ കാര്യങ്ങളിലും എപ്പോഴും നമ്മളോടൊപ്പം ഉണ്ടായിരിക്കുന്ന ഒരു ദേഹം കൂടിയാണ് അഭിമന്യ തിരുമനസ് കൊണ്ട്. നാം ക്ഷണിച്ചപ്പോൾ തന്നെ സന്തോഷത്തോടെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇന്നത്തെ ഈ മീറ്റിങ്ങിൽ ഭജനശുശ്രൂഷ നടത്തുവാനായിട്ട് ഇവിടെ കടന്നു വന്നിരിക്കുന്ന അഭിമന്യ സെറാഫീൻ തിരുമനസിനെ വളരെ സന്തോഷത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇന്നത്തെ കൺവെൻഷൻ്റെ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് ഡോക്ടർ ബിജു ജേക്കബാണ്. അദ്ദേഹം തിരുവനന്തപുരത്തെ അക്കൗണ്ടൻറ്റ് ജനറലായിട്ട് സേവനം അനുഷ്ഠിക്കുന്നു. പാമ്പാടി മീനടം സ്വദേശിയാണ്. മീനടം ഓർത്തഡോക്സ് ഇടവ അംഗമാണ്. MBBS ബിരുദധാരിയാണ്. 1993 സിവിൽ ബാച്ചിൽ 93 സിവിൽ ബാച്ചിലെ അംഗം. IAS ബിരുദം നേടിയിട്ടുള്ള ആളാണ്. വളരെ ജോലി തിരക്കിനിടയിലും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഈ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്യുവാനായിട്ട് ഇവിടെ കടന്നു വന്നിരിക്കുന്ന ഡോക്ടർ ബിജു ജേക്കബിനെ വളരെ സന്തോഷത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഭദ്രാസന സെക്രട്ടറി ബഹുമാനപ്പെട്ട ടൈറ്റസ് ജോറച്ചൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെയും വളരെ സന്തോഷത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠരെയും കൊറെപ്പിസ്കോപ്പന്മാരെയും ബഹുമാനപ്പെട്ട അപ്രയറമ്പാച്ചനെയും മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളെയും ഭദ്രാസന പ്രതിനിധികളെയും വിശിഷ്ട അതിഥികളെയും ഓർത്തഡോക്സ് സഭ അംഗങ്ങൾ മാത്രമല്ല സഹോദരി സഭകളും ധാരാളം പേരിവിടെ കടന്നു വന്നിട്ടുണ്ട്. എല്ലാവരെയും ഒറ്റ വാക്കിൽ ഈ സമ്മേളനത്തിലേക്ക് കൺവെൻഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നും വിവിധ ദേവാലയങ്ങളിൽ നിന്നുമായി ഇവിടെ കടന്നു വന്നിട്ടുള്ള ഏവരെയും വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ എലന്തൂർ ബ്ലോക്ക് പ്രസിഡന്റ് ഏലിയാമ്മ യോഹന്നാൻ, കോഴഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് ആനി ജോസഫ്, വൈസ് പ്രസിഡന്റ് സാറാമ ഷാജൻ, പഞ്ചായത്ത് മെമ്പർ എലിസബത്ത് ബിജോയ്, അതുപോലെ കടന്നു വന്നിരിക്കുന്ന എല്ലാ മാന്യ വ്യക്തികളെയും, അതുപോലെ തന്നെ വിവിധ ഇടകളിൽ നിന്ന് കടന്നു വന്നിട്ടുള്ള എല്ലാവരെയും, നല്ല ഗാനങ്ങൾ ആലപിച്ചുകൊണ്ടിരിക്കുന്ന കായ സമൂഹത്തെയും, ഇതിൻ്റെ പിമ്പിൽ അല്പമധികമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ കൃത്യത്തിൽ വിരമിക്കുന്നു. തുമ്പമൺ ഭദ്രാസനാധിപനും പ്രകൃതി സ്നേഹിയുമായ
കുറിയാക്കോസ് മാർ ക്ലീമീസ് മെത്രാപ്പോലിത്തായെ അധ്യക്ഷ പ്രസംഗത്തിനായി സവിനയം ക്ഷണിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നമുക്ക് മുഖ്യ വചനഘോഷണം നടത്തുവാൻ എത്തിയിരിക്കുന്ന എൻ്റെ ഇളയ സഹോദരനായ അഭിമന്യ എബ്രഹാം മാർ സറാഫിം തിരുമേനി ഇന്ന് ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്ന ഏറ്റവും ആരാധ്യനായ പ്രിയപ്പെട്ട ഡോക്ടർ ബിജു ജേക്കബ്, നമ്മുടെ ഭദ്രാസ് സെക്രട്ടറി ബഹുമാനപ്പെട്ട ജയ്സൺ ജോർജ് അച്ഛൻ, വന്യ അപ്രയൻ റംബാച്ചൻ, വന്യ കോറപ്പിസ്കോപ്പന്മാരെ, വൈദിക ശ്രേഷ്ഠരെ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളെ, ഭദ്രാസന കൗൺസിൽ അംഗങ്ങളെ, പ്രിയപ്പെട്ട ഗായക സംഘ അംഗങ്ങളെ, മാതാപിതാക്കളെ, സഹോദരീ സഹോദരന്മാരെ, വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, വിവിധ ഇടങ്ങളിൽ നിന്ന് വന്നു ചേർന്നിരിക്കുന്ന സമീപവാസികളെ, ഏവർക്കും എൻ്റെ സ്നേഹവന്ദനം. വളരെ നിറഞ്ഞ സന്തോഷത്തോടു കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ മെൽസോ ഒന്നാമത്തെ യോഗത്തിൽ കൺവെൻഷനിൽ സംബന്ധിച്ച ആളുകൾ ഇവിടെയുണ്ട്, അതിൻ്റെ സംഘാടകരുണ്ട്. അവരെ വളരെ സന്തോഷത്തോടു കൂടെ ഞാൻ അനുമോദിക്കുകയാണ്. അവരുടെ കഠിനാധ്വാനത്തെ ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് ഓർക്കുകയാണ്. കഴിഞ്ഞ വർഷം കൺവെൻഷൻ കഴിഞ്ഞതിന് ശേഷം വളരെ പ്രാർത്ഥനാപൂർവം, വളരെ ശ്രദ്ധയോടുകൂടെ ഈ അടുത്ത വർഷം മെൽസോ രണ്ടാമത്തേത് നടത്തുവാൻ തക്കവണ്ണം പരിശ്രമിച്ചു എന്നുള്ളത് വളരെ സന്തോഷത്തോടുകൂടി ഞാൻ ഓർക്കുകയും അവരെ എല്ലാവരെയും അനുമോദിക്കുകയും ചെയ്യുന്നു. 3 പള്ളികളിലെ വികാരിമാരായ ബഹുമാനപ്പെട്ട റോയ് ഫിലിപ്പച്ചന്, പി.ടി. മാത്യൂസ് അച്ഛന്, പ്രിയപ്പെട്ട ജോർജ് വർഗീസ് അച്ഛന് എന്നിവരെ വളരെ സന്തോഷത്തോടുകൂടി അനുമോദിക്കുന്നു. വന്നു ചേർന്നിരിക്കുന്ന വിവിധ ഇടവുകളിൽ നിന്നുള്ള എല്ലാവരെയും ഇതിനുവേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും സഹകരിക്കുകയും ചെയ്യണമെന്ന് ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. ജീവൻ്റെ വചനമാണ് നമ്മൾ കേൾക്കുന്നതും ഉൾക്കൊള്ളുന്നതും. മെൽസോദ ഹായെ എന്നുള്ള വാക്കുകൂടി ഞാൻ ചേർക്കുകയാണ്. മെൽസോ എന്ന് പറഞ്ഞാൽ വചനം. മെൽത്തോ എന്നാണ് ഇവിടെ ഉച്ചരിച്ചിരിക്കുന്നത്. 2 വിധത്തിലും ഉച്ചരിക്കാമെന്നുള്ളത് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. മെൽസോദ ഹായെ, ജീവൻ്റെ വചനം. അത് ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം നമ്മിൽ പരിവർത്തിച്ചു എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ അരുളി ചെയ്ത വചനം ഇന്ന് ഈ ദേശത്ത് ഉദ്ഘോഷിക്കുകയാണ്. നൂറ്റാണ്ടുകളായിട്ട് നമ്മൾ ജനിച്ച നാൾ മുതൽ ഈ വചനം ഉൾക്കൊള്ളുകയും അത് മറ്റുള്ളവർക്ക് പ്രദാനം ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും വലിയ അർത്ഥപൂർണമായ ഒരു വാക്യമാണ് ഇന്ന് നമ്മളിതിനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ ചെറിയവിൽ ഒരുത്തന് ചെയ്തത് എനിക്ക് ചെയ്തതാണെന്ന് കർത്താവ് അരുളി ചെയ്യുന്ന വലിയ സന്ദേശം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ എത്രയോ ആവശ്യക്കാർ, അശരണർ, അഗതികൾ, പാവപ്പെട്ടവർ, പട്ടിണിക്കാർ, വീടില്ലാത്തവർ, ഭക്ഷണത്തിന് നിവൃത്തിയില്ലാത്തവർ ഒക്കെയുമുണ്ട്. അവരെ സഹോദരനെ സഹോദരനായിട്ട് കാണുവാനും, സഹോദരിയെ സഹോദരിയായിട്ട് കാണുവാനും, അയൽക്കാരനെ അയൽക്കാരനായിട്ട് കാണുവാനും, സ്നേഹിതനെ സ്നേഹിതനായി ഉൾക്കൊള്ളുവാനും നമുക്ക് സാധിക്കട്ടെ. കർത്താവ് കൽപ്പിച്ചരുളി ചെയ്ത പ്രകാരം അത് നിവർത്തിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആദ്യമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ഭാഗം ഞാൻ വിടുകയാണ്. രണ്ടാമത് ഒരു വാചകം കൂടി മാത്രമേ ഇപ്പോൾ ഓർമ്മിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. വചനമാകുന്ന വിത്ത് വിതയ്ക്കുവാൻ ഒരുക്കപ്പെട്ട ഹൃദയങ്ങളാണ് നമ്മുടെ എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കുക. ഈ സമയത്ത് ഒരുക്കത്തോടുകൂടെ പ്രാർത്ഥനാപൂർവം എത്തിയിരിക്കുന്ന എല്ലാവരും ഈ ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ, വചനം ഉൾക്കൊള്ളുവാൻ നമ്മുടെ ഹൃദയമാകുന്ന നിലങ്ങൾ ഒരുക്കണമേ എന്ന് പ്രാർത്ഥനാപൂർവം ഞാൻ ആവശ്യപ്പെടുകയാണ്. ഈ നമ്മുടെ വയലുകൾ, നമ്മുടെ നാട്ടിൽ, നമ്മുടെ ഹൃദയത്തിൻ്റെ ആ പ്രതീകമായിരിക്കുന്ന ആ വയലുകളൊക്കെ മുള്ളും പറക്കാരെയും നിറഞ്ഞതായി തീർന്നിരിക്കുന്നു. വയലെല്ലാം തരിശുഭൂമികളാണ്. തരിശുഭൂമിയിൽ മുള്ളും പറക്കാരെയും നിറഞ്ഞിരിക്കുന്നു. മുള്ളും പറക്കാരെയും നിറഞ്ഞിരിക്കുന്ന തരിശുഭൂമികൾ വിളഭൂമികളാക്കുവാൻ തക്കവണ്ണം ഒരുക്കണമേ. അതിനാവശ്യമായ ചൂടും വെളിച്ചവും വെള്ളവും ഒക്കെ ലഭിച്ച് അവിടെ വിതയ്ക്കപ്പെടുന്ന വിത്ത്
ഭംഗിയായി മുളച്ച് വളർന്ന് 30, 60, 100 ഇരട്ടിയായി പ്രതിഫലം നൽകി ഈ ദേശത്തിനും സമൂഹത്തിനും വെളിച്ചം പകരുവാൻ തക്കവണ്ണം ഈ വചനഘോഷണം, വചന ശുശ്രൂഷ പര്യാപ്തമായി ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആശംസിച്ച് എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. ഇതിൻ്റെ സൗരഭ്യം, പ്രാർത്ഥനയുടെ സൗരഭ്യം, വചനത്തിൻ്റെ പരിമളം ഈ ദേശത്ത് മുഴുവൻ പകർന്ന് ഈ അന്തരീക്ഷത്തിന് പരിമളപൂർണ്ണമാക്കുവാൻ തക്കവണ്ണം ഈ വചന ശുശ്രൂഷ ദൈവത്തിൻ്റെ കൃപയാൽ സഹായിക്കട്ടെ. ദൈവം നമ്മോട് കൂടെ ഇരുന്ന് നമ്മളെ വഴി നടത്തട്ടെ. ഓരോ ദിവസങ്ങളിലും ദൈവത്തിൻ്റെ കൃപ നമ്മളോട് കൂടെ ഇരുന്ന് നമ്മളെ നയിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ അധ്യക്ഷ പ്രസംഗം ഇവിടെ ഉപസംഹരിക്കുന്നു. താങ്ക് യു തിരുമേനി. സഭയുടെ അഭിമാനം 1993 സിവിൽ സർവീസ് ബാച്ചിലെ അംഗം, ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്, കേരളത്തിലെ ഓഡിറ്റർ ജനറൽ, സഭയുടെ അഭിമാനം ഡോക്ടർ ബിജു ജേക്കബിനെ ആദരപൂർവ്വം ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നതിനായി ക്ഷണിക്കുന്നു. അഭിവന്യ ക്ലീമിസ് തിരുമേനി, അഭിവന്യ സറാഫിൻ തിരുമേനി, ഏറ്റവും ആദരണീയരായ വൈദിക ശ്രേഷ്ഠരെ, വിശിഷ്ടാതിഥികളെ, മാന്യ വ്യക്തികളെ, കോഴഞ്ചേരിയിൽ നടക്കുന്ന ഈ കൺവെൻഷൻ്റെ ഉദ്ഘാടകനാകാൻ സാധിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഒരു വലിയ ബഹുമതിയായിട്ട് കരുതുന്നു. അതിനെന്നെ സഹായിച്ച ആ ദൈവകൃപയ്ക്ക് ഞാൻ നന്ദി പറയുന്നു. അതോടൊപ്പം മാസങ്ങൾക്ക് മുമ്പേ എന്നെ വിളിച്ച് ഡേറ്റ് ബ്ലോക്ക് ചെയ്ത് വെച്ച ഇതിൻ്റെ എല്ലാ സംഘാടകരോടും, പ്രത്യേകിച്ച് റോയി അച്ഛനോടും ഞാൻ നന്ദി പറയുന്നു. ഇവിടെ വന്ന് ഈ കൺവെൻഷൻ്റെ ഒരുക്കങ്ങളും അറേഞ്ച്മെൻറ്റുകളും കണ്ടപ്പോൾ എല്ലാം വളരെ മനോഹരമായിട്ട് ഓർഗനൈസ് ചെയ്തിരിക്കുന്നു. തീർച്ചയായിട്ടും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച അഭിവന്യ ക്ലീമിസ് തിരുമേനിയും ഇതിൻ്റെ സംഘാടകരും ഇതിൻ്റെ കൊയറും ഇതിൻ്റെ എല്ലാവരും, ഇതിന് വരുന്ന പ്രസംഗകരും എല്ലാവരും അഭിനന്ദനാർഹരാണ്. അവർക്ക് വേണ്ടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. അവരാ ചെയ്ത ഈ നമുക്ക് വേണ്ടിയിട്ട് ചെയ്ത ഈ സ്നേഹത്തിന് വേണ്ടിയിട്ട് നമുക്കവരെ ഒന്ന് കൈയടിച്ച് ഒന്ന് പ്രോത്സാഹിപ്പിക്കാം. അച്ഛൻ എന്നെ ഇനോഗ്രേഷന് ക്ഷണിച്ചപ്പോൾ പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. അച്ഛൻ ഇതിൻ്റെ നോട്ടീസ് എൻ്റെ തന്നു. ഇതിൻ്റെ വിഷയം കണ്ടപ്പോൾ ഞാനൊന്ന് ഭയന്നു. സത്യമായിട്ട് ഞാൻ ഭയന്നു. വിഷയം നമുക്കറിയാം. ഈ എളിയവരിൽ ഒരുവന് ചെയ്യുന്നത് എനിക്ക് ചെയ്തത് പോലെയാണ്. ഞാൻ വചനം സംസാരിക്കാറുണ്ട്, സൺഡേ സ്കൂൾ പഠിപ്പിക്കാറുണ്ട്, 5ഉം 10ഉം ഒക്കെ ചാരിറ്റി കൊടുക്കാറുണ്ട്. ഐ ആം ഹെൽപ്പിംഗ് ദ പുവർ. അപ്പോൾ എൻ്റെ മനസ്സിലേക്കൊരു ചിന്ത കടന്നു വന്നു. ഞാൻ വഴിയിലൂടെ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് ഉന്നതനായ ഒരു വ്യക്തി കാറ് കേടായി നിൽക്കുകയാണെങ്കിൽ ഞാൻ ആ വ്യക്തിയെ റെക്കഗ്നൈസ് ചെയ്താൽ ഞാൻ എന്തു ചെയ്യും? ഞാൻ ആ കാർ അവിടെ നിർത്തും. ഞാൻ ചോദിക്കും, എന്തു പറ്റി സാർ? കാറ് കേടായിരിക്കുന്നു, പ്ലീസ് എൻ്റെ കാറിൽ ഞാൻ ഓഫർ ചെയ്ത് എൻ്റെ അന്നത്തെ ജോലിയെല്ലാം മാറ്റിവെച്ച് ഞാൻ ആ വ്യക്തിയെ സഹായിക്കും. ഉന്നതനായ ഒരു വ്യക്തിയാണ്. എന്നാൽ അതേസമയം ഒരു പാവപ്പെട്ട അമ്മ കീറിപ്പറഞ്ഞ വസ്ത്രം ധരിച്ച് തൻ്റെ കുഞ്ഞിനെ ആശുപത്രിയിൽ കൊണ്ടുപോകാനായിട്ട് എൻ്റെ വണ്ടിയുടെ മുമ്പിൽ കൈ കാണിച്ചാൽ ഞാൻ നിർത്തുമോ? ഞാൻ നിർത്തില്ല. നിങ്ങൾ നിർത്തുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരുപക്ഷെ ശല്യം പോകട്ടെന്നും കരുതി ഞാൻ അല്പം മുന്നോട്ട് മാറ്റി നിർത്തിയിട്ട് ഒന്ന് പുറകോട്ട് ഒഴിച്ച് വന്നിട്ട് ഞാൻ പറയും, 50 രൂപ കൊണ്ട് ഞാൻ അടുത്ത ജംഗ്ഷനിൽ നിന്ന് ഒരു ഓട്ടോ പറഞ്ഞു വിടാം, നിങ്ങൾ അതിൽ കയറിപ്പോ. ശല്യം എൻ്റെ ദുശാഗുണം. പക്ഷേ ഇവിടെ ദൈവത്തിൻ്റെ വചനം പറയുന്നു, മറ്റേയാൾ ചോദിക്കാതെ നിന്റെ എല്ലാ പദ്ധതികളും മാറ്റിവെച്ച് നീ ചെയ്തതുപോലെ. അയാൾ ചോദിച്ചില്ല, ഞാൻ അങ്ങോട്ട് ഓഫർ ചെയ്തു. ഇവിടെ ചോദിച്ചിട്ട് ഞാൻ 50 രൂപയിൽ അവസാനിപ്പിച്ചു. ഞാൻ സഹായിച്ചു. ഞാൻ പറഞ്ഞു, കർത്താവേ, ഇത് പറ്റുകയില്ല. ദിസ് ഇസ് ഇമ്പോസിബിൾ, ദിസ് ഇസ് ഇമ്പോസിബിൾ. അപ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുന്നു, കുഴപ്പമില്ല. എപ്പോഴാണ് അവർ പറയുന്നത്? അന്തിമ വിധി ദിവസത്തിൽ ബിജു ജേക്കബിൻ്റെ സ്ഥാനം വലത്തുവശത്തെ ആടുകളുടെ കൂടെ അല്ല,
ഇടതുവശത്തെ കോലാടുകളുടെ കൂടെയാണ്. ഭയപ്പെടുത്തുന്നില്ലേ പ്രിയപ്പെട്ടവർ? ദൈവത്തിൻ്റെ വചനം ആവശ്യപ്പെടുന്നത് ഒരു റാഡിക്കൽ ട്രാൻസ്ഫർമേഷനാണ്, സൂപ്പർഫിഷ്യൽ അല്ല. പക്ഷേ റാഡിക്കൽ ട്രാൻസ്ഫോർമേഷൻ എളുപ്പമല്ല. ചരിത്രത്തിലെ ജീവിച്ചിരുന്ന ഏറ്റവും ശക്തനായ ഗുരുവും മികച്ച പ്രഭാഷകനുമായിരുന്ന യേശുക്രിസ്തു 3.5 വർഷം ഗലീല നാട് മുഴുവൻ നടന്ന് പ്രസംഗിച്ച് അത്ഭുതങ്ങൾ ചെയ്തിട്ട് അവസാനം യേശുക്രിസ്തു ആഗ്രഹിച്ച രീതിയിലേക്ക് ട്രാൻസ്ഫോം ചെയ്ത് എത്ര പേരുണ്ടായിരുന്നു? അപ്പോസ്തലപ്രവൃത്തികൾ 1-ാമത്തെ അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, 120 പേര്. അന്നത്തെ അവിടുത്തെ പോപ്പുലേഷൻ ഏകദേശം 5 ലക്ഷമാണ്. ഞാനതിനെ 1 ലക്ഷം എന്ന് എടുക്കുകയാണ്. 1 ലക്ഷത്തിനകത്തുനിന്ന് 100 പേരാണ് എന്നിരിക്കുന്നത്. അതായത് എത്ര പേരാണ്? 1000-ൽ ഒരാൾ. അപ്പോൾ ഈ കൺവെൻഷനിൽ ഇന്ന് 1000 പേരുണ്ടെങ്കിൽ യേശുക്രിസ്തു ആഗ്രഹിക്കുന്ന ആ റാഡിക്കൽ ട്രാൻസ്ഫോർമേഷനിലേക്ക് എത്ര പേരാണ് പോകാൻ പോകുന്നത്? വചനം കേൾക്കും, അറേഞ്ച്മെന്റ്സ് ഉണ്ട്, നമ്മൾ പോകും. ഞാൻ എന്നോട് ചോദിച്ചു, വൈ? എന്നും വചനം കേൾക്കുന്നു, എന്നും പ്രാർത്ഥിക്കുന്നു, വൈ നത്തിങ് ഈസ് ഹാപ്പനിങ് ടു അസ്? യേശുക്രിസ്തു അപ്പോൾ വചനം നോക്കിയപ്പോൾ, എനിക്ക് അഭിവന്ദ്യ തിരുമേനിക്ക് സമയം കൊടുക്കേണ്ടതുകൊണ്ട് ഞാൻ വേഗത്തിൽ പോവുകയാണ്. അവിടെ നോക്കിയപ്പോൾ ഒരു കാര്യം കണ്ടു. പലപ്പോഴും നമ്മൾ നടക്കുന്നത്, സ്കൂളിൽ ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ അറിയാം, സ്കൂളിലെ കുട്ടികളെ പോലെയാണ്. അധ്യാപകർ ഗൗരവമുള്ള വിഷയം പഠിപ്പിക്കുമ്പോൾ പകുതിയിലധികം കുട്ടികൾ എന്ത് ചെയ്യുകയായിരിക്കും? ക്ലാസ്സിൽ ശ്രദ്ധിക്കുകയായിരിക്കോ ശ്രദ്ധിക്കാതിരിക്കുകയായിരിക്കോ? Their physical presence is in the class. യേശുക്രിസ്തു ഇതുകൊണ്ടാണ് യേശുക്രിസ്തുവിനെ കാണാൻ വന്ന വലിയൊരു ജനക്കൂട്ടത്തോട് യോഹന്നാന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിനകത്ത് 40-ാമത്തെ വാക്യമാണെന്ന് തോന്നുന്നു പറയുന്നു, നിങ്ങൾ അപ്പം കൊണ്ട് തൃപ്തരായതുകൊണ്ടാണ് വന്നിരിക്കുന്നത്, അടയാളം കണ്ടല്ല എന്ന് പറഞ്ഞാൽ ഇവിടെ നിൽക്കുന്ന ദൈവപുത്രനെ കണ്ടിട്ടല്ല, ദൈവം നിങ്ങളുടെ മധ്യത്തിൽ ഇറങ്ങി വന്നിരിക്കുന്ന അത്ഭുതകരമായ കാഴ്ച കണ്ടിട്ടല്ല നിൽക്കുന്നത്. ബിജു ജയിക്കബ് അങ്ങനെയാണ് പ്രിയപ്പെട്ടവർ. ശുശ്രൂഷയ്ക്ക് കൂടിയിട്ടുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്, ബൈബിൾ വായിക്കാറുണ്ട്. പക്ഷേ പലപ്പോഴും എൻ്റെ പ്രാർത്ഥന ടേപ്പ് റെക്കോർഡഡ് പ്രാർത്ഥനയാണ്, സ്വിച്ച് ഇട്ടതുപോലെയാണ് എൻ്റെ പ്രാർത്ഥന. കാര്യം ടേപ്പ് റെക്കോർഡർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കും. എൻ്റെ മനസ്സ് അവിടെ നിന്നെല്ലാം ഇങ്ങനെ പോയി ഊടാടി സഞ്ചരിച്ച് അവസാനം എവിടെയെങ്കിലും കടന്നു വരുന്നു. എനിക്ക് ഏറ്റവും ഈ വിഷയത്തെപ്പറ്റി പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ഏറ്റവും ദുഃഖമുണ്ടായ കാര്യം, വചനത്തെ ഏറ്റവും കൂടുതൽ നെഗ്ലക്റ്റ് ചെയ്തു പോകുന്നത് ഓർത്തഡോക്സുകാരാണ്. കാര്യം ഞാൻ കൊച്ചായിരിക്കുന്ന സമയത്ത് എൻ്റെ അപ്പച്ചനൊരു വലിയച്ഛനാണ്. അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് ഞാനൊരു ദിവസം ഞങ്ങളുടെ പള്ളിയിലൊരു പ്രഗത്ഭനായ പ്രസംഗകൻ വന്നു. കുർബാന കഴിഞ്ഞ് എന്നോട് ചെന്നു, ഞാനതൊരു ടീനേജറോ അല്ലെങ്കിൽ ഒരു 10-20 വയസ്സ് കാണും. എന്നോട് ചോദിച്ചു, മോനെ എന്നതായിരുന്നു പ്രസംഗിച്ചത്? അല്ല, ഞാൻ പറഞ്ഞു നല്ല പ്രസംഗമായിരുന്നു. എന്തായിരുന്നു അച്ഛൻ പ്രസംഗിച്ചേ? അച്ഛൻ എന്തോ പ്രസംഗിച്ചു. ഈ സംഭവം എൻ്റെ മനസ്സിൽ കിടക്കുന്നത് കൊണ്ട് ഞാൻ എവിടെയെങ്കിലും വചനം വെക്കാൻ പോകുമ്പോൾ, പ്രത്യേകിച്ച് ഞായറാഴ്ചയാണ് വചനം ഷെയർ ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ ഞാൻ ചോദിക്കും, പ്രിയപ്പെട്ടവരെ ഇന്ന് വായിച്ച സുവിശേഷ ഭാഗം എന്തായിരുന്നു? വേദിയിൽ 1-2 പേര് കൈവെക്കും. അച്ഛൻ പ്രസംഗിച്ചു, നല്ല പ്രസംഗമായിരുന്നു. സുവിശേഷം ഇങ്ങനെ. അതോടൊപ്പം വളരെ പ്രാധാന്യമുള്ള പഴയ നിയമം, 2 പ്രവർത്തികളുടെ പുസ്തകത്തിൽ നിന്ന് ഒരു പൊതുലേഖനവും പൗലൂസിൻ്റെ ഒരു ലേഖനവും, അങ്ങനെ 6 വായനകൾ മിനിമം വരുന്നു. നമുക്ക് വേണ്ടിയിട്ട് അന്നത്തെ ഗോസ്പലുമായിട്ട് ബന്ധപ്പെട്ടാണ്. ബിജു ജേക്കബ് ശ്രദ്ധിക്കാറില്ല, അല്ലെ ശ്രദ്ധിക്കാതില്ലായിരുന്നൊരു കാലമുണ്ടായിരുന്നു. നിങ്ങളും അങ്ങനെയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. രണ്ടാമത്, ഞാനൊരു നല്ല ക്രിസ്ത്യൻ. രണ്ടാമതൊരു പ്രശ്നമുണ്ട്, ഞാൻ വേഗത്തിൽ പോവുകയാണ്. ഞാനൊരു നല്ല ക്രിസ്ത്യാനിയല്ലേ, എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകും. 1 മണിക്കൂർ അല്ലെ 1.5 മണിക്കൂർ ഞാൻ നിൽക്കും, രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കുന്നു. അപ്പോഴാണ് ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാമത്തെ അധ്യായത്തിനകത്ത് അവസാന ഭാഗത്ത്, ആ ഭാഗം എങ്ങനെയാണ് അവസാനിപ്പിക്കുന്നത്?
3 പേർ യേശുവിനെ അനുഗമിക്കാൻ വേണ്ടിയിട്ട് ചെന്നു. അപ്പോൾ യേശു ക്രിസ്തു അവരോട് പറഞ്ഞു, പറവകൾക്ക് കൂടും കുറുനരികൾക്കും രക്ഷിപ്പാൻ സ്ഥലമുണ്ട്, പക്ഷെ മനുഷ്യപുത്രന് തലയായിപ്പാൻ സമയമില്ല. യേശു ക്രിസ്തുവിനെ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു റാഡിക്കൽ ട്രാൻസ്ഫോർമേഷൻ വരിക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്. ഒരിക്കൽ യോഹന്നാൻ്റെ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിനകത്ത് യേശു ക്രിസ്തു ഏറ്റവും സുപ്രധാനമായ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് യോഹന്നാൻ്റെ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിൻ്റെ 65-ഉം 66-ഉം വാക്യങ്ങളിൽ നാം വായിക്കുന്നു, അവൻ്റെ ചുറ്റും നിന്നവർ പറഞ്ഞു, ഇത് കഠിനമായ ടീച്ചിങ് ആണ്, ഞങ്ങൾക്കിത് സഹിക്കാൻ മേല എന്ന് പറഞ്ഞ് അവൻ്റെ ശിഷ്യന്മാർ അവനെ വിട്ടുപോയി. പത്രോസിനോടും ചോദിച്ചു, നിങ്ങൾ പോകുന്നുണ്ടോ? ഗുരു, എവിടെ പോകും ഞാൻ? What he requires is a total commitment. ടോട്ടൽ കമ്മിറ്റ്മെൻ്റ് എന്താണെന്ന് ഞാൻ കണ്ടത് ഞാനൊരു ഡെപ്യൂട്ടേഷനിൽ മസ്കറ്റിൽ ജോലി ചെയ്യുന്ന സമയത്താണ്. എൻ്റെ കുഞ്ഞുങ്ങളോടൊപ്പം പഠിക്കുന്ന ഒരു നോർത്ത് ഇന്ത്യൻ ബ്രാഹ്മണൻ്റെ കുടുംബത്തിലേക്ക് ബുക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കടന്നു ചെന്നു. മധു എന്നു പേരുള്ള ആ വ്യക്തിയുടെ ഭവനത്തിലേക്ക് കടന്നു ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭവനത്തിൻ്റെ അങ്കണത്തിൽ കയറി വരുന്ന ഡ്രോയിങ് റൂമിനകത്ത് ഒരു കുരിശ് കിടക്കുന്നു. ഞാൻ ചോദിച്ചു, വാട്ട് ഈസ് ദിസ് മധു? മധുവിന് ഇങ്ങനെ ഒരു ചെറിയ അസുഖമുണ്ടെന്ന് അറിയായിരുന്നത് കൊണ്ട് ഞാനത് പ്രതീക്ഷിച്ചിരുന്നു. അപ്പം ഞാൻ ചോദിച്ചു, വാട്ട് വിൽ യുവർ റിലേറ്റീവ്സ് സേ? പറഞ്ഞു, റിലേറ്റീവ്സ് വരുമ്പം ഈ വിഷയം സംസാരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ക്രൂസ് ഇട്ടിരിക്കുന്നത്. മധുവിൻ്റെ മോള് 10ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. ഞാൻ മധുവിനോട് ചോദിച്ചു, ഒറ്റ മോളാണ്, വൈഫ് ഒരു ഡോക്ടറാണ്. ഞാൻ മധുവിനോട് ചോദിച്ചു, മധു, യുവർ ഡോട്ടർ ഈസ് 15. ഈ 5-8 വർഷം 10 വർഷം കഴിയുമ്പോൾ ഈ പെൺകുട്ടിയെ കെട്ടിച്ചു വിടണം. മധുവിൻ്റെ മകളെ ആര് കല്യാണം കഴിക്കും? നമ്മളാരേലും കൊടുക്കുമോ? പാരമ്പര്യമില്ല. പക്ഷെ യേശു ക്രിസ്തു പറയുന്നു, സ്വന്തം ജീവനെ ത്യജിക്കാതെ യു കനോട്ട് ബി മൈ ഡിസൈപ്പിൾ. We are happy with an adjusted Christianity. 3ാമത് യേശു ക്രിസ്തുവിൻ്റെ ഈ പരസ്യ ശുശ്രൂഷയ്ക്ക് ഈ 120 പേരുടെ പ്രസൻസ് മാത്രമായി കുറഞ്ഞു പോയതിൻ്റെ കാര്യം നമ്മൾ കാണുന്നുണ്ട്. പല ധനവാന്മാരെയും യേശു ക്രിസ്തു കുറ്റം പറഞ്ഞു പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു, എനിക്ക് ആ കുഴപ്പമില്ല, കാരണം ഞാൻ ശമ്പളം കൊണ്ട് ജീവിക്കുന്ന ആളാണ്, ന്യായമായിട്ടുള്ള വരുമാനമേ ഉള്ളൂ എനിക്ക്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, 5ഉം 10ഉം ഒക്കെ ചാരിറ്റി കൊടുക്കുന്ന ആളാണ്. അപ്പോഴാണ് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ഒരു എപ്പിലെപ്സി ബാധിച്ച ഒരു കുട്ടിയുടെ പിതാവിൻ്റെ രോദനം കാണുന്നത്. നമുക്കറിയാം സംഭവം. അവനെ വിളിച്ചുകൊണ്ട് വന്ന് അവനെ സൗഖ്യമാക്കുവാൻ വേണ്ടിയിട്ട് ശിഷ്യന്മാരുടെ അടുക്കൽ ചെന്നു. ശിഷ്യന്മാരെ കൊണ്ട് പറ്റിയില്ല. അവസാന ആശയായിട്ട് വന്നാണ്, ശിഷ്യന്മാരെ കൊണ്ട് പറ്റിയില്ല. അപ്പോൾ യേശുവിൻ്റെ അടുക്കൽ വരികയാണ്. അപ്പോൾ യേശുവിൻ്റെ അടുക്കൽ വന്ന് അപ്പോൾ യേശു പറഞ്ഞു, നീ വിശ്വസിച്ചാൽ മാത്രം മതി, ഒന്നും സംഭവിക്കുകയില്ല. അപ്പോൾ അവൻ്റെ ഒരു രോദനമുണ്ട്, കർത്താവെ ഞാൻ വിശ്വസിക്കുന്നു, ബട്ട് പ്ലീസ് ഹെൽപ്പ് ഇൻ മൈ അൺബിലീഫ്. നമ്മൾ വിചാരിക്കും ജീവിതത്തിലെ ധനം മാത്രമാണ് നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നത്, അല്ലെ നമുക്കൊരു ട്രാൻസ്ഫോർമേഷന് സഹായിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ധനം മാത്രമല്ല, പലപ്പോഴും പ്രയാസങ്ങളും കഷ്ടതകളും നമ്മളെ മാറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഓർക്കുന്നു, 1-2 30-32 വയസ്സ് പ്രായമുള്ള യുവ വിധവകളോട് സംസാരിക്കുവാൻ മറ്റു ചില വ്യക്തികൾ ആവശ്യപ്പെട്ടതനുസരിച്ച് ഞാൻ പോയിട്ടുണ്ട്. കുഞ്ഞുങ്ങളുമായിട്ടിരിക്കുമ്പോൾ ഭർത്താവില്ലാതെ ജീവിതം എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്ന് തോന്നിക്കുമ്പോൾ ഞാൻ അവരോട് ചോദിക്കും, ദൈവം കൈവിട്ടു അല്ലേ? എനിക്കറിയാം അവരുടെ ഉത്തരം അറിയാവുന്നതുകൊണ്ട് പറയും. അവർ പറയും, പോയി പ്രാർത്ഥിച്ചു, ഹീ ഈസ് വെരി ക്രൂവൽ. അവിടെയാണ് സുവിശേഷം ആവശ്യം. കാരണം ജീവിത യാഥാർത്ഥ്യങ്ങളുടെ മുമ്പിൽ അവരെയും ദൈവം സ്നേഹിക്കുന്നു എന്ന് പറയുവാനായിട്ട് സാധിക്കണം. ഗോഡ് ലവ്സ് യു. അതുകൊണ്ടാണ് ദാരിദ്ര്യം മാത്രമല്ല, സമ്പത്ത് മാത്രമല്ല,
ദാരിദ്ര്യവും പ്രശ്നങ്ങളും നമ്മളെ ദൈവത്തെ നനക്കും. അതുകൊണ്ടാണ് സദൃശ്യവാക്യങ്ങൾ 30-ാമത്തെ അധ്യായത്തിൽ സദൃശ്യവാക്യക്കാരൻ പറയുന്നത്, ദാരിദ്ര്യവും സമ്പത്തും എനിക്ക് തരല്ലേ. സമ്പത്ത് വർദ്ധിച്ചാൽ ഞാൻ ദൈവം ആരെന്ന് ചോദിച്ചു, ദാരിദ്ര്യം വർദ്ധിച്ചാൽ എൻ്റെ പ്രശ്നങ്ങൾ എന്നെ ദൈവത്തിൽ നിന്ന് അകറ്റും. ഒരു ചോദ്യം കൂടെ ചോദിച്ചിട്ട് അഭിവന്ദന തിരുമേനിക്ക് വേണ്ടിയിട്ട് സമയം കൊടുക്കുന്നതുകൊണ്ട് ഞാനൊന്ന് പോകട്ടെ പ്രിയപ്പെട്ടവരെ. അപ്പോൾ 3 കൂട്ടം ആൾക്കാര് നാം കണ്ടു. കുറേ പേര് കെയർലെസ് ആയിട്ട് പോയി, കുറേ പേര് ഒരു സൂപ്പർഫിഷ്യൽ ക്രിസ്ത്യാനിറ്റിയിൽ പോയി, കുറേ പേര് ധനം കൊണ്ടും പ്രോബ്ലംസ് കൊണ്ടും ദൈവത്തിൽ നിന്ന് അകന്നുപോയി. അപ്പോൾ ഒരു ഗ്രൂപ്പിനകത്തുനിന്ന് 3 കൂട്ടരെ മാറ്റിയാൽ പിന്നെ ആരുണ്ട്? അവസാനം 4-മതൊരു ഗ്രൂപ്പുണ്ട്. ആ 4-മതൊരു ഗ്രൂപ്പിൻ്റെ നമ്പറാണ് ഞാൻ പറഞ്ഞത്. എത്രയായി മാറി? 1 out of 1000. ഒരു ചോദ്യം ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാം ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നു, പഠിക്കുന്നു. യേശുക്രിസ്തു ഉപമകൾ വഴിയാണ് സംസാരിച്ചത്. ഏതാണ് പ്രധാനപ്പെട്ട ഉപമയെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ പ്രയാസമുണ്ടാവും. പക്ഷേ ഒരു ഉപമ കഴിഞ്ഞിട്ട് യേശു മർക്കോസിൻ്റെ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിൻ്റെ 43-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ഇത് മനസ്സിലായില്ലേ? ഇത് മനസ്സിലായില്ലെങ്കിൽ ബാക്കിയുള്ളതെല്ലാം എന്താണെന്ന് എങ്ങനെ മനസ്സിലാകും? ഏതായിരുന്നു പ്രിയപ്പെട്ടവരെ ആ ബേസിക് ഉപമ? ഇത് മനസ്സിലായില്ലെങ്കിൽ ഈ വചനം മുഴുവൻ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. നമ്മൾ ദിവസം തോറും കേൾക്കുന്ന വായിക്കുന്ന ബൈബിള് നമുക്ക് മനസ്സിലാകാൻ പോകുന്നില്ല. നമ്മൾ കേൾക്കുന്ന സുവിശേഷ പ്രസംഗങ്ങൾ നമ്മളിലേക്ക് കടന്നു വരുന്നില്ല. ഞാൻ ഇത്രയും പറഞ്ഞതിൽ നിന്ന് യേശുക്രിസ്തു എങ്ങനെയാണ് ഈ ശ്രദ്ധിക്കാതെ നടക്കുന്നവരെയും ഈ സൂപ്പർഫിഷ്യൽ ക്രിസ്ത്യൻസിനെയും ഈ പ്രശ്നങ്ങളിൽപ്പെട്ട് വലയുന്നവരെയും ധനവാന്മാരെയും ചിത്രീകരിച്ചത്? എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടിയോ? ഇതാണ് ഫണ്ടമെന്റൽ ഉപമ, ഇതാണ് ബേസിക് ഉപമ. ഇത് മനസ്സിലായാലേ മുന്നോട്ട് പോകത്തുള്ളൂ. വിതക്കാരൻ വിത്ത് വിതപ്പാൻ പുറപ്പെട്ടു. കുറെ പാതയരികിൽ വീണു എന്ന് പറഞ്ഞപ്പോൾ പാതയരികിൽ വീണതല്ല. യേശുക്രിസ്തു ലൂക്കോസിന്റെ സുവിശേഷത്തിലാണ് അത് ഏറ്റവും സംക്ഷിപ്തമായിട്ട് കൊടുത്തിരിക്കുന്നത്. ഞാനൊന്ന് വൈകിക്കട്ടെ. ഉപമയുടെ പൊരുളോ വിത്ത് ദൈവവചനം. അഭിമന്യ തിരുമേനി പറഞ്ഞു, ഇത് വീണ വയല് ഹൃദയം. വഴിയരികിൽ വീണതോ ശ്രദ്ധിക്കാതെ പ്രാർത്ഥന ചൊല്ലി നെഗ്ലക്റ്റ് ചെയ്ത് നടക്കുന്നത്. പാറപ്പുറത്ത് വീണ ആ ഷാലോ മണ്ണി വീണ വിത്ത് ഞായറാഴ്ച ക്രിസ്ത്യാനികൾ. ഗോഡ് റിക്വയർസ് 24 hours 7 days and 365 days ഉള്ള കമ്മിറ്റ്മെൻ്റ് ആണ്. ഞാനൊരു എക്സാമ്പിള് എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്നൊരു ചിന്ത വരുന്നു എന്ന് പ്രയാസപ്പെടട്ടെ. നമ്മൾ ചിന്തിക്കുന്നു നമ്മൾ ദൈവത്തിന് കൊടുക്കുന്ന ഡൊണേഷനാണ് നോക്കുന്നതെന്ന്. പക്ഷേ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ ആ വിധവയുടെ ചില്ലിക്കാശ് നോക്കിയിട്ട് യേശുക്രിസ്തു നോക്കിയത് ഇട്ടതിലല്ല നോക്കിയത്, നിന്റെ ഈ ബാലൻസ് എന്തുണ്ടെന്നാണ്. അപ്പോൾ ഈ ഷാലോ ക്രിസ്ത്യാനിറ്റി വിൽ നോട്ട് ലീഡ് us anywhere. 3-മത് പറയുന്നു, മുള്ളിനടിയിൽ വീണ വിത്തോ കേൾക്കുമ്പോൾ വീണതോ കേൾക്കുന്നവരെങ്കിലും പോയി ചിന്തകളാലും ധനത്തിൻ്റെ സംസാരഭോഗങ്ങളാലും ഞെരുങ്ങി പൂർണ്ണമായി ഫലം കൊടുക്കാത്തവരത്രേ. ഇത് ഉപമയാണോ വാണിംഗ് ആണോ? ഇത് ഉപമയാണോ വാണിംഗ് ആണോ? ദൈവത്തിൻ്റെ യേശുക്രിസ്തുവിൻ്റെ ഏറ്റവും അതിശക്തമായ ഉപമയാണ്, അതിശക്തമായ വാണിംഗ് ആണ്. ഇതിനോടാണ് പറയുന്നത്, ദിസ് ഈസ് ദ ബേസിക് പാരബിൾ. ഇത് മനസ്സിലായാൽ ബാക്കിയുള്ളതെല്ലാം മനസ്സിലാകും. ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് എന്താണ് ആ എക്സ്പെക്റ്റഡ് ഔട്ട്കം? അതായത് 1000-1 1,00,000 പേരിൽ 100 പേർക്ക് ഉണ്ടായിരുന്ന പ്രത്യേകത. മത്തായിയുടെ ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാമത്തെ അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം പറയുന്നു, നല്ല മണ്ണിലുള്ളതോ വചനം കേട്ട് ഗുണമുള്ള നല്ല ഹൃദയത്തിൽ സംഗ്രഹിച്ച് ക്ഷമയോടെ കൊടുക്കുന്നവൻ. മത്തായി വീണ്ടും പറയുന്നു, നല്ല വിത്ത് വിതയ്ക്കപ്പെട്ട ഒരുത്തൻ വചനം കേട്ട് ഗ്രഹിക്കുന്നതാകുന്നു. 4 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. 1, ഒരു ഓപ്പൺ ഹാർട്ട്. 2-മത് കേൾക്കണം. 3-മത് മനസ്സിലാക്കണം. 4-മത് പേഷ്യൻ്റായിട്ടിരിക്കണം.
ഞാനൊരു കുട്ടിയുടെ ഉദാഹരണം വെച്ച് ഒന്ന് ഓർമ്മിപ്പിക്കട്ടെ പ്രിയപ്പെട്ടവരെ. ഒരു കുട്ടി ക്ലാസ്സിൽ കേൾക്കുന്ന പാഠഭാഗം മാത്രം പഠിച്ചാൽ അവൻ ഒന്നാമനാവോ? അവൻ ക്ലാസ്സിലേക്ക് വരുമ്പോൾ അവൻ്റെ ഹൃദയം തുറന്നുകൊണ്ട് അധ്യാപകൻ പറയുന്നത് സ്വീകരിക്കുവാനുള്ള മനസ്സോടുകൂടി വരണം. ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് അവൻ പഠിക്കുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. മൂന്നാമത് അവൻ വീട്ടിൽ പോയി പഠിച്ച് അത് മനസ്സിലാക്കണം. നാലാമത് പരീക്ഷ സംഭവിക്കാൻ പോകുന്നത് വർഷാവസാനമോ ചിലപ്പോൾ കോഴ്സിൻ്റെ അന്ത്യത്തിലോ ആയിരിക്കും. അപ്പോഴേക്ക് പേഷ്യൻ്റായിട്ട് ഇതിലേക്ക് കടന്നു വരണം. അപ്പോൾ അഭിമന്യ തിരുമേനി ആഗ്രഹിച്ചതുപോലെ ഈ കൺവെൻഷൻ ഭംഗിയായിട്ട് മാറി ഇതിനകത്തു നിന്നൊരു മാറ്റം ഉണ്ടാക്കണമെങ്കിൽ വലിയൊരു വാണിംഗ് ഉണ്ട്. കാര്യമായ ചലനം ആർക്കും ഈ 3 പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാകാൻ പോകുന്നില്ല എന്നൊരു വാണിംഗ് കിടപ്പുണ്ട്. ആ വാണിങ്ങിനകത്ത് തന്നെ അതിൻ്റെ സൊല്യൂഷനും കിടപ്പുണ്ട്. സോ ബി വിത്ത് ആൻ ഓപ്പൺ ഹാർട്ട്, കം പ്രിപ്പയർഡ്. ഇതിവിടെ അവസാനിക്കുന്നില്ല. ഭവനത്തിലേക്ക് ചെന്ന് ഇതിനെ റീകളക്ട് ചെയ്ത് ദൈവവുമായിട്ട് വചനത്തിലൂടെ ഒരു അടുത്ത ബന്ധത്തിലേക്ക് കടന്നു വരികയാണ് ആവശ്യം. പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. ആരാധനകൾക്കും പ്രാർത്ഥനകൾക്കും വിശുദ്ധ കുർബാനയ്ക്കും കൂദാശയ്ക്കുമൊക്കെ അർത്ഥം വന്ന് വേറൊരു മാനത്തിലേക്ക് നമ്മൾ മാറണമെങ്കിൽ വചനത്തിൻ്റെ അടിത്തറയിൽ നിന്ന് ചെയ്താൽ വലിയ വ്യത്യാസം വരും. കാരണം ഓരോ പ്രാർത്ഥനകളും മസുമൂറകളും ഒക്കെ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നുള്ള എടുത്തിട്ട് ഉപയോഗിച്ചിരിക്കുന്നതാണ്. അപ്പോഴാണ് നമുക്ക് ചിലപ്പോൾ വചനം വെളിവായി കിട്ടുന്നത്. അതുകൊണ്ട് വലിയൊരു മുന്നറിയിപ്പാണ് തരുന്നത്. ഞാൻ വിചാരിച്ച ഒരു ഉദ്ഘാടകൻ എന്നുള്ള നിലയ്ക്ക് നിങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കിക്കൊണ്ട് പ്രഗത്ഭരായ പ്രഭാഷകർക്ക് വേണ്ടിയിട്ട് വേദി കാലിയാക്കി പോകാമെന്ന് കരുതുകയാണ്. അതുകൊണ്ട് come with an open mind, hear it, understand it and be patient. എൻ്റെ ജീവിതാനുഭവത്തിൽ ഞാൻ എത്ര കാലത്തെ പേഷ്യൻസ് വേണ്ടി വരും പ്രിയപ്പെട്ടവരെ ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കാൻ? ഒരു ഊഹം, 1 മാസം, 6 മാസം, 1 വർഷം. ക്ഷമയോടുകൂടി ചില കൃഷികൾ 3 മാസം കൊണ്ട് ഫലം തരും. പക്ഷേ ഞാൻ കോട്ടയംകാരനാണ്, റബ്ബർ വെട്ടണ വർഷങ്ങൾ പിടിക്കും. ഇത് അതിനേക്കാളും ലോങ് ടേം ക്രോപ്പാണ്. ഹൃദയത്തിനൊരു മാറ്റം വന്ന് ദൈവം തമ്പുരാൻ ഉദ്ദേശിക്കുന്ന ഈ രീതി വരണം. ആദ്യം ദൈവത്തോടടുക്കണം. ദൈവത്തോടടുത്ത് ദൈവസ്നേഹത്തിൽ നിറയണം. ദൈവസ്നേഹത്തിൽ നിറഞ്ഞു കഴിയുമ്പോൾ ആ സ്നേഹം മറ്റുള്ളവരിലേക്ക് കടന്നു ചെല്ലും. റോമർക്ക് എഴുതിയ ലേഖനം 5-ാമത്തെ അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ദൈവസ്നേഹം നിങ്ങളുടെ ഹൃദയങ്ങളിൽ പകരുന്നു. ദൈവസ്നേഹം ഹൃദയങ്ങളിൽ പകരാത്തിടത്തോളം കാലം this is a greatest warning to us. ഈ എളിയവരിൽ ഒരുവന് ചെയ്യുന്നത് എനിക്ക് ചെയ്തതാകുന്നു. എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയുന്നു, ഏറ്റവും ചുരുങ്ങിയത് 99 തൊട്ടാണ് ഞാനൊരു സീരിയസ് വചനത്തിൻ്റെ സ്റ്റുഡൻ്റായത്. 14-15 വർഷങ്ങളായി. am I transformed? എന്നും എനിക്ക് ഈ ഉദ്ദേശിക്കുന്ന രീതിയിൽ എൻ്റെ കാറിൻ്റെ മുമ്പിൽ കൈനീട്ടുന്ന, ഞാനൊരല്പം ക്രൂഡ് ഭാഷ ഉപയോഗിക്കട്ടെ, തെണ്ടിയായ സ്ത്രീയെ അവരുടെ മകൻ കൊച്ചിനെയും കൊണ്ട് ആശുപത്രി കൊണ്ടുപോകാൻ നിർത്താനുള്ള ട്രാൻസ്ഫോർമേഷൻ എനിക്ക് സംഭവിച്ചിട്ടില്ല. ഐ ആം സ്റ്റിൽ അവേ ഫ്രം ഗോഡ്സ് കിങ്ഡം. വലിയൊരു വാണിംഗാണ്. പ്രാർത്ഥനയോടുകൂടി ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ പ്രവർത്തിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്നും ഈ കൺവെൻഷൻ ഒരു അനുഗ്രഹമായി മാറട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് ഞാനിത് ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. I request Mr. Shibu Philip, General Convener, Jamon Puduparambil, and Mr. Sabu Narayanam, Joint Conveners, to come on to the dais during the lighting of the lamp. നിത്യമഹോന്നതനാം പിതാ നമോസ്തുതേ, മൃത്യുവിഹീനനാം പുത്രാ നമോസ്തുതേ, സത്യാത്മകാര്യസ്ഥനാം റൂഹാം നമോസ്തുതേ,
ത്രിയേക ദൈവമേ, നിത്യം സ്തുതി സ്തോത്രം. അൻപുടയോനേ നിൻ വാതിൽ മുട്ടുന്നു ദാസർനാദം, ആവശ്യത്താൽ യാചിക്കും അടിയാരേ തള്ളിടല്ലേ, നിന്നെ വിളിക്കും നിന്നുദവിക്കായി ബലഹീന നല്ലവനേ. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. ബാറഖ്യമോർ. അവൻ യെരിഹോവിലെത്തി കടന്നു പോകുമ്പോൾ ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായ സക്കായി എന്ന പേരുള്ളൊരു പുരുഷൻ യേശു എങ്ങനെയുള്ളവൻ എന്ന് കാണുവാൻ ശ്രമിച്ചു. വളർച്ചയിൽ കുറിയവനാകൊണ്ട് പുരുഷാര നിമിത്തം കഴിഞ്ഞില്ല. എന്നാറെ അവൻ മുമ്പോട്ട് ഓടി അവനെ കാണേണ്ടതിന് ഒരു കാട്ടത്തിമേൽ കയറി. യേശു ആ വഴി വരികയായിരുന്നു. അവൻ ആ സ്ഥലത്തെത്തിയപ്പോൾ മേലോട്ട് നോക്കി, സക്കായിയെ, വേഗം ഇറങ്ങി വാ, ഞാനിന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നുവെന്ന് അവനോട് പറഞ്ഞു. അവൻ ബദ്ധപ്പെട്ട് ഇറങ്ങി സന്തോഷത്തോടെ അവനെ കൈക്കൊണ്ടു. കണ്ടവരെല്ലാം അവൻ പാപിയായ ഒരു മനുഷ്യനോടുകൂടെ പാർപ്പാൻ പോയി എന്ന് പറഞ്ഞ് പിറുപിറുത്തു. സക്കായിയോ നിന്ന് കർത്താവിനോട്, കർത്താവേ, എൻ്റെ വസ്തുവകയിൽ പാതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നുണ്ട്. വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് മടക്കിക്കൊടുക്കുന്നു എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇന്നും ഇവനും അബ്രഹാമിൻ്റെ മകൻ ആകയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നു. കാണാതെ പോയതിനെ തിരിഞ്ഞ് രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്ന് പറഞ്ഞു. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. കർത്താവെ, തിരുവചനത്തിൽ നിന്നും അത്ഭുത കാര്യങ്ങളെ കാണുവാൻ അടിയങ്ങളുടെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അഭിവന്ദ്യനായ ക്ലീമിസ് തിരുമേനി, വന്ദ്യനായ അപ്രേം റംബാച്ചൻ, വന്യ കോർപ്പിസ്കൊപ്പമാരെ, വന്യ വൈദിക ശ്രേഷ്ഠരെ, കർത്താവിൽ അനുഗ്രഹീതരെ, മെൽത്തോ കോഴഞ്ചേരി കൺവെൻഷനിൽ ആദ്യമായിട്ടാണ് സംബന്ധിക്കുന്നത്. ബഹുമാനപ്പെട്ട ബിജു പറഞ്ഞതുപോലെ എല്ലാം ഭംഗിയായും ചിട്ടയായും ചെയ്തിരിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. എല്ലാ അഭിനന്ദനങ്ങളും അഭിവന്യ തിരുമേനിയെയും ഇതിൻ്റെ സംഘാടകരെയും അറിയിക്കുന്നു. സക്കായിയെക്കുറിച്ചാണല്ലോ ഇന്ന് സംസാരിക്കുന്നത്. സക്കായിയെപ്പോലെ ഒരു കുറിയ മനുഷ്യൻ്റെ പരിശ്രമത്തിൻ്റെ വളരെ സന്തോഷകരമായ ഒരു പൂർത്തീകരണം ബഹുമാനപ്പെട്ട റോയി ഫിലിപ്പച്ചൻ ദിവസങ്ങൾ കൊണ്ട് എല്ലാ ദിവസവും ഒരു SMS, ഒരു മെസ്സേജ്, എന്ത് ഭംഗിയായിട്ടാണ് ടെക്നോളജി അദ്ദേഹം ഉപയോഗിക്കുന്നത്. നല്ല മാതൃകയാണ്. അതുകൊണ്ട് തന്നെ ഇത്രയും ആളുകൾ ഈ വൈദികരുടെ സാന്നിധ്യത്തിൽ ഇവിടെ വന്നു കാണുന്നതിൽ വളരെ സന്തോഷമുണ്ട്. കോഴഞ്ചേരി ഡിസ്ട്രിക്റ്റിലെ 3 ഇടവകകൾക്ക് ഇത്രയൊക്കെ ചെയ്യാമെങ്കിൽ തുമ്പമൺ ഭദ്രാസനത്തിന്
എന്തൊക്കെ ചെയ്യുവാനായിട്ട് കഴിയും? മലങ്കര സഭയ്ക്ക് എന്തൊക്കെ ചെയ്യാനായിട്ട് കഴിയും? കാര്യമായി പരിഗണിക്കേണ്ട ഒരു ചിന്ത തന്നെയാണ് ഇത് എന്ന എൻ്റെ വിശ്വാസം. എല്ലാ ആശംസകളും പ്രാർത്ഥനകളും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റ് ആമുഖമൊന്നുമില്ലാതെ വായിച്ചു കേട്ട സുവിശേഷ ഭാഗത്തിൻ്റെ ധ്യാന ചിന്തകളിലേക്ക് പ്രവേശിക്കട്ടെ. വളരെ സുപരിചിതമായ ഒരു വേദഭാഗം. സക്കായിയെക്കുറിച്ച് കേൾക്കാത്തവർ ആരാണ് ഈ പന്തലിൽ ഇപ്പോൾ ഉള്ളത്? കാലങ്ങളായി കേട്ട് പഠിച്ച് പഴകിയ ഒരു വേദഭാഗത്തെ, എല്ലാ ഭവനകൂദാശയുടെയും വിശുദ്ധ ഏവങ്കേലിയോൻ ഭാഗമായി ക്രമീകരിച്ചിരിക്കുന്ന ഈ വേദഭാഗത്തെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് പരിവർത്തിപ്പിക്കുവാൻ, ഇതിൻ്റെ അന്തരാർത്ഥങ്ങൾ നമ്മുടെ ജീവിതത്തിന് അങ്ങനെ പ്രാവർത്തികമാകുവാൻ കഴിയും എന്ന ദൈവസന്നിധിയിൽ ശരണപ്പെടുവാൻ ഈ സമയം നമുക്ക് മാറ്റിവെക്കാം. ഈ സംഭവം നടക്കുന്നത് യെരിഹോവിലാണ്. യെരിഹോ ഭൂമിശാസ്ത്രപരമായി വേദപുസ്തകത്തിൻ്റെ അവസാനത്തെ താളുകളിലോ സൺഡേ സ്കൂൾ പുസ്തകത്തിൻ്റെ ചില പേജുകളിലോ ഉള്ള ഒരു ഭൂമിശാസ്ത്രപരമായ സ്ഥലം മാത്രമല്ല. യെരിഹോ ഒരു ഇടമാണ്. നമ്മുടെ ജീവിതത്തിന് ശക്തമായ സന്ദേശങ്ങൾ നൽകിയ ഒരിടം. നമ്മൾ യെരിഹോവയെ പരിചയപ്പെടുന്നു. യോശുവ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ മതിൽ തകർന്നു വീണ കാര്യം നമുക്കറിയാം. എന്താണ് സന്ദേശം? യെരിഹോ നൽകുന്ന സന്ദേശം, ഏകമനസ്സോടെ ദൈവസന്നിധിയിൽ യാചിച്ചാൽ പ്രതിസന്ധിയുടെ ഏത് മതിലും തകർന്നു വീണ് ദൈവത്തിൻ്റെ കൃപ അനുഭവിക്കുവാൻ കഴിയുമെന്ന് നമ്മെ പഠിപ്പിച്ച ഒരിടമാണ് യെരിഹോ. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 10-ാം അധ്യായത്തിൽ ബർത്തിമ എന്ന് പറയുന്ന കുരുടൻ വഴിയരികെ ഇരുന്ന് ഭിക്ഷ യാചിച്ചതും യെരിഹോവിലാണ്. അവനാണ് നമ്മെ കുറിയലായിസൻ വിളിക്കാൻ പഠിപ്പിച്ചത്. കർത്താവെ കരുണ ചെയ്യണമേ എന്ന് നമുക്ക് പ്രാർത്ഥനയായി പറഞ്ഞു തന്നത് ഈ യെരിഹോവിൻ്റെ വഴികളിലാണ്. നല്ല ശമരിയാക്കാരനെ കുറിച്ച് നമ്മൾ പഠിച്ചതും ഈ യെരിഹോവിൻ്റെ വഴിത്താരയിൽ നിന്നാണ്. അവനാണ് കടന്നുപോയ മറ്റെല്ലാവരേക്കാൾ കൂടുതൽ ഈ അഗതിയെ, ഈ വീണ് കിടക്കുന്നവനെ താങ്ങിയെടുത്ത് ശുശ്രൂഷ നൽകുവാനായി നമ്മെ പ്രേരിപ്പിച്ചത് യെരിഹോവിൻ്റെ വഴികളിലാണ്. ഇവിടെ ഇതാ വീണ്ടും യെരിഹോ സക്കായിയുടെ ജീവിതത്തിന് പരിവർത്തനം വരുത്തി, ജീവിതത്തിന് സമസ്തമായ മാറ്റം വരുത്തി, രക്ഷ അവൻ്റെ ജീവിതത്തിന് കൊണ്ടുവന്ന യെരിഹോ ഒരു ഇടമാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നു ആമുഖമായി, യെരിഹോ ഭൂമിശാസ്ത്രപരമായ ഒരു സ്ഥലമല്ല, പിന്നെയോ യെരിഹോ ഒരു ഇടമാണ്. ദൈവജനത്തിന് ശക്തമായ സന്ദേശങ്ങളും പ്രാർത്ഥനകളും പഠിപ്പിച്ചു കൊടുത്ത യെരിഹോ ഒരു ഇടവും ഒരു വഴിയും ഒക്കെയാണ്. ഇവിടെയാണ് സക്കായിയെ നാം ഇന്ന് പരിചയപ്പെടുന്നത്. ഈ വേദഭാഗത്ത് 3 പ്രധാന കഥാപാത്രങ്ങളുള്ളതായി നമുക്കറിയാം. ഏറ്റവും പ്രധാനമായി യേശു തമ്പുരാൻ, രണ്ടാമതായി സക്കായി എന്ന് പറയുന്ന മനുഷ്യൻ, മൂന്നാമതായി യേശു തമ്പുരാന് ചുറ്റും നിന്നിരുന്ന പുരുഷാരം. സക്കായിയെക്കുറിച്ച് ഈ വേദഭാഗത്തിൽ 2 കാര്യങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അവൻ ചുങ്കക്കാരിൽ പ്രമാണിയായിരുന്നു എന്നാണ് ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തേത് അവൻ ധനവാനായിരുന്നു എന്നുള്ളതാണ്. ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായിരുന്ന സക്കായി. ചുങ്കക്കാരനെ കുറിച്ച് അന്നത്തെ ആളുകൾക്ക് അത്ര നല്ല മതിപ്പല്ലായിരുന്നു. കാരണം അവൻ പാപിയാണ്. അതിൻ്റെ പ്രധാന കാരണങ്ങൾ 2ആണ്. ചുങ്കക്കാരന് നികുതി പിരിക്കുവാനായി അവനോട് പറഞ്ഞിരിക്കുന്നതിൽ അധികം പിരിക്കുന്നവനായിരുന്നു സാധാരണ ചുങ്കക്കാർ. അതുകൊണ്ട് തന്നെ
ജനങ്ങളുടെ നീരസവും സങ്കടവും കോപവും ഒക്കെ ചുങ്കക്കാരൻ്റെ മേലുണ്ടായിരുന്നു. പൊതുവെ അവൻ പാപിയായി മുദ്രകുത്തപ്പെട്ടിരുന്നു. രണ്ടാമത്, അവൻ അന്ന് ചുങ്കം പിരിച്ചുകൊണ്ടിരുന്നത് അവൻ്റെ നാടിനു വേണ്ടിയല്ല, റോമ ചക്രവർത്തിക്ക് വേണ്ടിയായിരുന്നു. അതുകൊണ്ട് തന്നെ പാപിയായി മുദ്രകുത്തപ്പെട്ടവൻ. പക്ഷേ അവൻ ചുങ്കക്കാരുടെ ഇടയിലെ ഒരു പ്രമാണിയായിരുന്നു. അവൻ ചുങ്കക്കാരുടെ ഇടയിലെ ഒരു ലീഡറായിരുന്നു. ചുങ്കക്കാരുടെ പ്രമാണിയായ അവൻ യേശു ഏതാണെന്ന് കാണുവാനായിട്ട് ശ്രമിക്കുകയാണ്. യേശു എന്താണെന്ന്, ഏതാണെന്ന്, ആരാണെന്ന് കാണുവാൻ ശ്രമിക്കുകയാണ്. എന്നാൽ ഈ ശ്രമത്തിന് 3 പ്രതിസന്ധികൾ അവൻ്റെ മുമ്പിലുണ്ട്. സക്കായിയുടെ യേശുവിനെ കാണുവാനായിട്ടുള്ള ശ്രമത്തിൻ്റെ പ്രതിസന്ധികൾ 3 സുവിശേഷം പറയുന്നത്. 1, അവൻ വളർച്ചയിൽ കുറിയവനായിരുന്നു. യേശുവിനെ കാണുവാനായിട്ടുള്ള ഒരു ഉയരക്കുറവായിരുന്നു അവൻ്റെ 1ാമത്തെ പ്രതിസന്ധി. 2ാമത്തെ പ്രതിസന്ധി സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. യേശുവിനെ കാണുവാനായി പരിശ്രമിച്ച സക്കായിക്ക് പുരുഷാരം നിമിത്തം ഏതാണ് പുരുഷാരം? യേശുവിന് ചുറ്റും നിന്ന പുരുഷാര നിമിത്തം യേശുവിനെ കാണുവാൻ പരിശ്രമിച്ച സക്കായിക്ക് യേശുവിനെ കാണുവാനായിട്ട് കഴിഞ്ഞില്ലെങ്കിൽ നാം പരിശോധിക്കണം ഈ പുരുഷാരം ഈ നൂറ്റാണ്ടിൽ ആരാണ് എന്നുള്ളത്. ആരാണ് ആ പുരുഷാരം? ഞാനും നിങ്ങളുമൊക്കെ തന്നെയാണ്. നമ്മുടെ പള്ളിയുടെ ചരിത്രവും പ്രത്യേകിച്ച് നമ്മുടെ കുടുംബ ചരിത്രമൊക്കെ പരിശോധിച്ചാലറിയാം നമ്മൾക്കൊക്കെ എന്ത് ക്ലെയിമുകളാണുള്ളത്. എല്ലാ കുടുംബചരിത്രവും ആരംഭിക്കുന്നത് എങ്ങനെയാണ്? മാർത്തോമാ ശ്ലീഹ വെള്ളം തെളിപ്പിച്ചപ്പോൾ ഞങ്ങളുടെ വല്യപ്പൻ അതിൻ്റെ കരയ്ക്കുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ചരിത്രമാണ് എല്ലാ കുടുംബങ്ങൾക്കും. പള്ളികൾക്കും അങ്ങനെയാണ്. ഏറ്റവും കുറഞ്ഞത് നിലയ്ക്കലിൽ നിന്നോ നിരണത്ത് നിന്നോ ആരംഭിച്ച് ഇപ്പോൾ ഇവിടെ പണിതപ്പെട്ടിരിക്കുന്ന പള്ളികളുടെ ഒരു ചരിത്രമാണ്. പക്ഷേ അതിൽ ആരാധിക്കുന്ന പുരുഷാരം തടസ്സമാകുന്നു യേശുവിനെ കാണുവാൻ ആഗ്രഹിക്കുന്ന സക്കായിക്ക്. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ബർത്തിമായി എന്ന് പറയുന്ന കുരുടൻ വഴിയരികിൽ ഭിക്ഷയാചിച്ചു കൊണ്ടിരിക്കുമ്പോൾ കണ്ണ് കാണുവാൻ പാടില്ല. കടന്നു പോകുന്ന യേശുവിനെ കണ്ടിട്ട് അവൻ നിലവിളിക്കുകയാണ്, യേശുവേ ദാവീദ് പുത്ര, പാപിയായ എന്നോട് കരുണ ചെയ്യണമേ എന്ന് സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. യേശുവിന് ചുറ്റും നിൽക്കുന്ന പുരുഷാരം അവനോട് പറഞ്ഞു, മിണ്ടാതിരിക്കുക. കാരണം ഈ യേശുവിനെ കൊണ്ടുപോയി ഈ പുരുഷാരത്തിന് ചിലത് സാധിക്കുവാനായിട്ടുണ്ട്. കണ്ണുപൊട്ടൻ്റെയും ഭിക്ഷയാചിക്കുന്നവൻ്റെയും യാചന കേൾക്കുവാൻ നിർത്തിക്കൊടുക്കുവാനുള്ളതല്ല യേശു. വീണ്ടും നമ്മൾ വായിക്കുന്നു പുരുഷാരത്തെക്കുറിച്ച്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, അപ്പം വർദ്ധിപ്പിക്കുവാനായി യേശു തയ്യാറാകുമ്പോൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്യവും കടന്നു വരുന്ന പുരുഷാരം എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ ഈ പുരുഷാരം എന്ന് പറയുന്ന വാക്ക് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തിരിക്കുന്നത് ക്രൗഡ് എന്നാണ്. CROWD, ക്രൗഡ്. പക്ഷേ യേശു തമ്പുരാൻ വന്നത് ഈ ക്രൗഡിനെ നയിക്കുവാനായിട്ടല്ല. പിന്നെയോ മുമ്പേ ബിജു ജേക്കബ് പറഞ്ഞതുപോലെ ഒരു ടോട്ടൽ ട്രാൻസ്ഫർമേഷൻ ഈ ക്രൗഡിനുണ്ടാക്കി ആ ക്രൗഡിനെ ഒരു കമ്മ്യൂണിറ്റി ആക്കുവാനായിട്ടായിരുന്നു. അതാണ് സഭ. അപ്പൊ യേശു ക്രിസ്തുവിൻ്റെ ദൗത്യം എന്താണ്? ക്രൗഡിനെ കമ്മ്യൂണിറ്റിയാക്കുക, പുരുഷാരത്തെ സഭയാക്കുക, പുരുഷാരത്തെ സമൂഹമാക്കുക. ഇവിടെ ഇതാ യേശുവിനെ കാണുവാനായിട്ട് ആഗ്രഹിച്ച സക്കായിക്ക് പുരുഷാരം ഒരു തടസ്സമായി. ഏതാണ് ആ പുരുഷാരം? യേശുവിനോട് കൂടെ നിന്ന പുരുഷാരം. എന്നാൽ അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അവിടെ സഭയെക്കുറിച്ചാണ് പറയുന്നത്. ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തുവിൻ്റെ സാന്നിധ്യവും
പരിശുദ്ധാത്മാവിൻ്റെ നിറവും അനുഭവിച്ച ഈ ക്രൗഡ് ഒരു കമ്മ്യൂണിറ്റിയായി തീർന്നതിൻ്റെ ചരിത്രമാണ് അപ്പോസ്തല പ്രവർത്തികൾ 2-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്. തങ്ങൾക്കുണ്ടായിരുന്നതെല്ലാം വിറ്റുപെറുക്കി അപ്പോസ്തലന്മാരുടെ കാൽക്കൽ കൊണ്ട് വെച്ചിട്ട് എല്ലാവർക്കും വീതിച്ചു കൊടുക്കുകയും എല്ലാവരും ചേർന്ന് കൂട്ടായ്മ ആചരിക്കുകയും ചെയ്തിരുന്ന ഒരു സഭയിലേക്കുള്ളൊരു പരിവർത്തനം. പ്രിയമുള്ളവരെ, ആലോചിക്കണം. യേശു തമ്പുരാനും പരിശുദ്ധാത്മാവും ഒക്കെ ചേർന്ന് നമ്മെ ആക്കി വച്ചിരിക്കുന്ന ഈ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഈ സഭയിൽ നിന്ന് ഇന്ന് നമ്മൾ തിരിച്ചു പോയില്ലേ എന്നുള്ളത്. ഇന്ന് ക്രൗഡാണുള്ളത്, കമ്മ്യൂണിറ്റി ഇല്ല. അപ്പൊ ഈ ക്രൗഡിന്റെ പ്രത്യേകത എന്നാണ്? ശ്രദ്ധിച്ചാലറിയാം. യേശു തമ്പുരാന്റെ ക്രൂശീകരണമായപ്പോൾ കൂടെയുണ്ടായിരുന്ന പുരുഷാരത്തിൽ ഒന്നുപോലും കൂടെയുണ്ടായിരുന്നില്ല എന്നുള്ളത് ക്രൗഡിന്റെ പ്രത്യേകത അതാണ്. കാരണം ഈ ക്രൗഡിന് വേണ്ടത് അപ്പം വർദ്ധിപ്പിക്കുന്നതാണ്. കാരണം ഈ ക്രൗഡിന് വേണ്ടത് രോഗശമനം മാത്രമാണ്. ഈ ക്രൗഡിന് വേണ്ടത് ഇങ്ങനെ ലോകത്തിൽ സുഖമായി ജീവിക്കുവാൻ ആവശ്യമുള്ള പലതുമാണ്. അതാണ് ക്രൗഡിൻ്റെ ആവശ്യം. അതാണ് പുരുഷാരത്തിൻ്റെ ലക്ഷണം. ഇവിടെ ഇതാ യേശു തമ്പുരാൻ ക്രൂശിതനാകുവാൻ പോയപ്പോൾ അപ്പം വർദ്ധിപ്പിച്ച് കഴിച്ചവനും രോഗസൗഖ്യം കിട്ടിയവനും കൂടെ നിന്നവനും കൂടെ പിടിച്ചു നിർത്തി ട്രെയിനിങ് ഒക്കെ കൊടുത്ത് 3.5 വർഷക്കാലം പരിശീലിപ്പിച്ച 12 പേരുൾപ്പെടെ പുരുഷാരത്തിൽ ഒരെണ്ണം പോലും കുരിശിൻ്റെ അടുക്കൽ വരുവാൻ ധൈര്യം കാട്ടിയില്ല. പാവം യോഹന്നാൻ മാറി നിന്നത് വായിക്കുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം സുവിശേഷത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് പത്രോസിനെ കുറിച്ചാണ്. പത്രോസ് യേശു തമ്പുരാനെ അനുഗമിച്ചതായി സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നു. എന്നാൽ അവിടെ ഒരു വാക്ക് കൂടെ കൂട്ടിച്ചേർത്തിട്ടുണ്ട്, അകലം വിട്ട് എന്നാണത്. പത്രോസ് ക്രൂശിതനാകാൻ പോകുന്ന യേശു തമ്പുരാന്റെ കൂടെ നിന്നപ്പോഴും ഒരു അകലം വിട്ടാണ് യേശു തമ്പുരാനെ പിന്തുടർന്നത്. കാരണം ആ അകലം ഒരു സേഫ് ഡിസ്റ്റൻസ് ആണ്. യേശു തമ്പുരാൻ ക്രൂശിതനാകാൻ പോകുമ്പോൾ കൂടെ നിന്നിരുന്ന പുരുഷാരമെല്ലാം ചിതറിപ്പോയി. ഉണ്ടായിരുന്നവരിലും പത്രോസ് ഒരു അകലം വിട്ട് പിൻവിറ്റതുപോലെ വളരെ വളരെ സേഫായിട്ടുള്ള ഒരു ദൂരം, പിടിക്കപ്പെടുവാൻ പാടില്ലാത്ത, ക്രൂശിക്കപ്പെടുവാൻ പാടില്ലാത്ത ഒരു സേഫ് ഡിസ്റ്റൻസ് പാലിച്ച് ഈ പുരുഷാരം ഇന്നും യേശുവിനോട് കൂടെ നടക്കുകയാണ്. അല്ലെങ്കിൽ ഇപ്പോൾ വേണേ തെളിയിക്കാം, നാളെ ഇവിടെ ഒരു പീഡ ആരംഭിച്ചാൽ എത്ര പേർ ക്രിസ്ത്യാനികളായിട്ട് കാണുമെന്ന് കൈയുയർത്തി കാണിച്ചു. കണ്ടില്ലേ? കോഴഞ്ചേരി കൺവെൻഷനിൽ കർത്താവിൻ്റെ ക്രൂശിൻ്റെ സമീപം വചനത്തിൻ്റെ ശുശ്രൂഷയ്ക്കായി കടന്നു വന്നിരിക്കുന്ന ഈ വചനം കേൾക്കുന്ന മക്കൾക്ക് നാളെ പീഡ ആരംഭിച്ചാൽ, നാളെ യേശു ക്രിസ്തുവിനെ കൊന്നതുപോലെ കൊല്ലുവാൻ തുടങ്ങിയാൽ ക്രിസ്ത്യാനിയായി നിലനിൽക്കുകയില്ല എന്നുള്ള സേഫ് ഡിസ്റ്റൻസ്. ഇതാണ് പുരുഷാരത്തിൻ്റെ പ്രശ്നം. കാരണം പുരുഷാരം എപ്പോഴും ഒരു കൺസ്യൂമറിസ്റ്റിക് സൊസൈറ്റിയുടെ പ്രതീകമാണ്. കൺസ്യൂമറിസം എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ, എന്ത് കൊടുക്കുമെന്നില്ല. എന്തിനാ പള്ളിയിലും സഭയിലും ഒക്കെ ഇത് തിരയുന്നത്? വീട്ടിൽ നോക്കിയാലും വീടുന്ന് കുടുംബമാണോ, ക്രൗഡാണോ, കമ്മ്യൂണിറ്റിയാണോ? പണ്ടുണ്ടായിരുന്ന ഒരു മുറി വീടിൽ, 1.5 മുറി വീടിൽ ഒരു കുടുംബമുണ്ടായിരുന്നു, ഒരു കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോൾ നിങ്ങളോട് ചിലപ്പോഴെങ്കിലും ചോദിച്ചിട്ടില്ലേ, ആരാ എൻ്റെ മുറി കയറിയെന്ന്, ആരാ എൻ്റെ അലമാര തുറന്നതെന്ന്? ക്രൗഡിൻ്റെ ലക്ഷണമാണ്. ഒരുമിച്ച് ജീവിക്കുവാൻ കഴിയാത്ത, ഒരു കമ്മ്യൂണിറ്റിയുടെ അനുഭവമില്ലാത്ത, ഒരു സഭയുടെ, ഒരു സമൂഹത്തിൻ്റെ, ഞാൻ സഭയെന്ന് തന്നെ പറയട്ടെ, കുടുംബത്തെ, ഫാമിലി ഈസ് ദ മിനിയേച്ചർ ചർച്ച് എന്ന് പിതാക്കന്മാരുടെ എഴുത്തുകളിലുണ്ട്. കുടുംബം എന്ന് പറയുന്നത് സഭയുടെ ചെറിയ പ്രതീകമാണെങ്കിൽ ഈ സഭയുടെ, ഈ കമ്മ്യൂണിറ്റിയുടെ തനിമ നഷ്ടപ്പെട്ട കുറെ സൗധങ്ങൾ മാത്രമാണിന്ന്. നമ്മുടെ വീടുകൾ ഒരു ഹോട്ടലിൻ്റെയും
ഒരു മോട്ടലിൻ്റെയൊക്കെ ലക്ഷണമായി പോയി. എന്താ ഹോട്ടലിൻ്റെയും മോട്ടലിൻ്റെയൊക്കെ ലക്ഷണം? വരുമ്പോൾ താമസിക്കുവാനായിട്ടൊരു മുറി വേണമെന്നതിന് അങ്ങേപ്പുറത്തേക്ക് ഒരുമിച്ചിരിക്കണമെന്നോ, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണമെന്നോ, ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കണമെന്നോ ചിന്തയില്ലാതെ വരുമ്പോൾ ഹോട്ടലിൽ പോയി താമസിക്കുന്നത് പോലെ, ഒരു മോട്ടലിൽ പോയി താമസിക്കുന്നത് പോലെ, വൈകിട്ട് വന്ന് കിടന്നൊന്ന് ഉറങ്ങിയിട്ട് എഴുന്നേറ്റ് പോകുവാനായിട്ടുള്ള ഒരു സ്ഥലമായി വീട് മാറിയെങ്കിൽ, ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരു ഭാര്യയും ഭർത്താവും, വലിയ പ്രായമൊന്നുമില്ല, എന്നോട് സംസാരിക്കാനായിട്ട് വന്നു. ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ഒരു മാസത്തെ വരവ് ശമ്പളം 1,40,000 രൂപ. പറഞ്ഞു വന്ന കൂട്ടത്തിൽ പറയുകയാണ് തികയുന്നില്ലെന്ന്. 1,40,000 രൂപ തികയുന്നില്ല പോലും. ഞാനിങ്ങനെ ചോദിച്ചു വന്ന കൂട്ടത്തിൽ ചോദിച്ചു, അവരുടെ ജീവിതത്തെക്കുറിച്ചൊക്കെ ഒന്ന് പരിശോധിച്ച് വന്നപ്പോൾ ചോദിച്ചു, പ്രഭാത ഭക്ഷണം വളരെ തിരക്ക് പിടിച്ച്, ഇപ്പം സീരിയലാണല്ലോ, നിങ്ങൾ കാണുന്ന സീരിയലല്ല, കഴിക്കുന്ന സീരിയൽ. ഇപ്പം കേരളത്തിന് വെളിയിലൊക്കെ വളരെ പെട്ടെന്നൊരു സീരിയൽ കഴിച്ച് പോകും. ആരും ഒരുമിച്ചിരിക്കാറില്ല. ഉച്ചയ്ക്ക് ഓഫീസിലെ കഫറ്റീരിയയിൽ നിന്നാണ്, മെസ്സോളിൽ നിന്നാണ് കഴിക്കുന്നത്. ഈ 1,40,000 രൂപ വാങ്ങിക്കുന്ന ഈ ചെറുപ്പക്കാരി എന്നോട് പറയുകയാണ്, ഒരു നേരം പോലും, വൈകുന്നേരം പോലും വീട്ടിൽ ഒരുമിച്ചിരുന്ന് കുക്ക് ചെയ്യാറോ ഭക്ഷിക്കാറോ ഇല്ല. ഞാൻ ചോദിച്ചു, എവിടുന്നാ? ഞങ്ങൾ എന്നും വൈകിട്ട് റെസ്റ്റോറൻറ്റിലാണ് പോകുന്നേ. എങ്ങനെ തികയും? അപ്പം ഞാൻ അവനോട് ചോദിച്ചു, ഏട്ടാ ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട്. ഞാൻ അവനോട് ചോദിച്ചു, നിൻ്റെ വീടിൻ്റെ അടുക്കളയ്ക്ക് നീ എത്ര രൂപ ചെലവാക്കി? അവൻ എന്നോട് പറഞ്ഞു, ഒരു 25-30 ലക്ഷം രൂപ. 25-30 ലക്ഷം രൂപ അടുക്കളയുടെ ആഡംബരത്തിന് ചെലവഴിച്ച ഈ ചെറുപ്പക്കാരനും ചെറുപ്പക്കാരിയും ഒരു നേരമെങ്കിലും ഈ അടുക്കളയിൽ ഒന്ന് തീ കത്തിക്കാതെ ജീവിക്കുമ്പോൾ ഇതെങ്ങനെയാണൊന്ന് കുടുംബമാകുന്നത്? നമ്മുടെ വീടുകളൊക്കെ ഇന്ന് വളരെയധികം ഡ്രൈ ആയിപ്പോയി. ഡ്രൈ എന്നുള്ള വാക്ക് വേറൊരു മേഖലയിലാണ് ഉപയോഗിക്കുന്നതെന്ന് എനിക്കറിയാമെങ്കിലും, ജീവനില്ലാത്ത വീടുകളായിട്ട് മാറി. കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ അവരവരുടെ ലോകത്തിൽ ജീവിക്കാനായിട്ട് തുടങ്ങി. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കേരളത്തിൽ അത്രയൊക്കെ ആയിട്ടില്ല. കേരളത്തിന് വെളിയിൽ നമ്മളൊരു വീട്ടിലിരിക്കുകയാണെങ്കിൽ, അത് തിരുമേനിയായാലും അച്ഛനായാലും ഒക്കെ ഒരു വീട്ടിലിരിക്കുകയാണെങ്കിൽ, സ്കൂളിൽ നിന്നൊക്കെ കടന്നു വരുന്ന കുട്ടി ഇങ്ങനെ വന്നിട്ട് പറയും, ഹായ് അച്ഛ. അവനെ പിന്നെ കാണത്തില്ല, അതിൻ്റെ അർത്ഥം ബായ് അച്ഛ എന്നാ. പിന്നെ തിരുമേനിയോ അച്ഛനോ പ്രാർത്ഥിക്കാനായിട്ട് മാതാപിതാക്കളോട് പറയുമ്പം അമ്മയാണ് മിക്കവാറും ഒരു ഫോൺ എടുത്ത് കറക്കും. അവനെ വിളിക്കുകയാണ്, ഈ വീട്ടിലിരിക്കുന്നവനാണ്. അവനോട് ചോദിക്കും, മോനെ നീ എവിടാ? ബാ അച്ഛൻ പ്രാർത്ഥിക്കാൻ പോവുകയാണെന്ന്. ഇതൊരു ക്രൗഡിൻ്റെ ലക്ഷണമാണ് പ്രിയമുള്ളവരെ. നമ്മൾ ഉണ്ടാക്കിക്കൊണ്ട് ഈ സൗകര്യം നമ്മുടെ കുഞ്ഞുങ്ങളെ ഒരു സമൂഹത്തിൻ്റെ ബന്ധത്തിൽ നിന്ന്, ഒരു കുടുംബത്തിൻ്റെ ബന്ധത്തിൽ നിന്ന് മാറ്റിക്കളഞ്ഞു. നമ്മൾ വിചാരിക്കും ഇതൊരു നല്ല കാര്യമാണെന്ന്. എൻ്റെ ഒരു സജഷനുണ്ട്, നിങ്ങൾക്ക് സ്വീകരിക്കാം, തള്ളിക്കളയാം. ഞാൻ പറയുന്നു, ഒരു വീട്ടിൽ 2 ആൺകുട്ടികളാണെങ്കിൽ, ഇപ്പം 2 ഉള്ളല്ലോ അതുകൊണ്ടാണ്, 2 ആൺകുട്ടികളാണെങ്കിൽ 10ാം ക്ലാസ് വരെ 2 മുറി കൊടുക്കരുത്, 1 മുറിയിൽ താമസിപ്പിക്കണം. 2 പെൺകുട്ടികളാണെങ്കിൽ 2 മുറിയിൽ താമസിപ്പിക്കരുത്, 1 മുറിയിൽ താമസിപ്പിക്കണം. കാരണം ഈ 10ാം ക്ലാസ് വരെയെങ്കിലും, കഴിയുമെങ്കിൽ 12ാം ക്ലാസ് വരെ. കാരണം മാതാപിതാക്കളോടും പറയട്ടെ, വളർത്തുന്നത് ഇപ്പോൾ 12ാം ക്ലാസ് വരെ കിട്ടൂ. പഠിപ്പിക്കാനുള്ളതും കൊടുക്കാനുള്ളതുമൊക്കെ ഈ 12ാം ക്ലാസ്സിനുള്ളിൽ കൊടുത്തുകൊള്ളണം. അല്ലെങ്കിൽ 12ാം ക്ലാസ് കഴിഞ്ഞാൽ ഒരു എൻട്രൻസ് കോച്ചിങ്ങും, അത് കഴിഞ്ഞാൽ ഒരു പ്രൊഫഷണൽ കോളേജിലേക്ക് പോകും, പിന്നെ അങ്ങ് പോവുകയാണ്. അതുകൊണ്ട് 10ാം ക്ലാസ് വരെയെങ്കിലും 2 ആൺകുട്ടികളോ അതിന് മുകളിലേക്ക് എണ്ണമുള്ള കുടുംബങ്ങളിൽ ഉണ്ടെങ്കിൽ അവരെ 1 മുറിയിൽ താമസിപ്പിക്കുവാനും, 2 പെൺകുട്ടികളാണെങ്കിൽ അവരെ 1 മുറിയിൽ താമസിപ്പിക്കുവാനും പരിശ്രമിച്ചു നോക്കുക. ഇതനുഭവിച്ചറിഞ്ഞതുകൊണ്ടായി പറയുന്നത്. എന്നെയും എൻ്റെ വീടിനെയൊക്കെ നിങ്ങൾക്കൊക്കെ നല്ല പോലെ അറിയാം. ഞങ്ങളുടെ വീട്ടിൽ, ഞങ്ങളുടെ കുടുംബ പുരാണം പറയാനായിട്ടല്ല ഇത്, പക്ഷേ ഈ ആശയം ഒന്ന് പറയാനായിട്ടാണ്. ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ 3 ആൺപിള്ളേരാണ്.
ഈ 3 ആൺകുട്ടികൾക്കും കൂടെ കഷ്ടിച്ച് കഴിഞ്ഞുകൂടുവാൻ അന്നൊരു മുറിയേ ഉണ്ടായിരുന്നുള്ളൂ. ആ മുറിയുടെ പരാധീനതയിലും പരിമിതിയിലും ഇങ്ങനെ കഴിഞ്ഞത് കൊണ്ടാകാം ഇന്നും ലോകത്തിൻ്റെ 3 സ്ഥലങ്ങളിൽ താമസിച്ചാലും വല്ലപ്പോഴും വിളിച്ച് നീ എവിടാടാ എന്ന് ചോദിക്കുവാനായിട്ടുള്ളൊരു സ്വാതന്ത്ര്യവും ബന്ധവും ഉണ്ടായത് ഈ മുറിയുടെ പരിമിതിയിൽ ഞാനും എൻ്റെ സഹോദരങ്ങളും ഒരുമിച്ച് ജീവിച്ചതാണ് എന്നുള്ള ബോധ്യമുള്ളത് കൊണ്ടാണ് ഇത് നിങ്ങളോട് പങ്കുവെക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ വീട് ഒരു ക്രൗഡിൻ്റെ ലക്ഷണമുള്ള, ഒരു പുരുഷാരത്തിൻ്റെ ലക്ഷണമുള്ള, സ്വന്തം ലോകം മാത്രം കെട്ടിപ്പടുക്കുന്ന ഒരിടമായിട്ട്, ഒരു സ്ഥലമായി മാറിപ്പോകും പ്രിയമുള്ളവരെ. അതുകൊണ്ട് നമുക്ക് ആവശ്യമായിരിക്കുന്നത് ഈ കമ്മ്യൂണിറ്റിയാണ്. ഇങ്ങനെ കമ്മ്യൂണിറ്റിയായിട്ട് ജീവിക്കുന്ന കുടുംബങ്ങൾ, ഇങ്ങനെ കമ്മ്യൂണിറ്റിയായി ജീവിക്കുന്ന പള്ളികൾ, ഇങ്ങനെ കമ്മ്യൂണിറ്റിയായി ജീവിക്കുന്ന സഭകൾ, ഇതൊക്കെ ഉണ്ടാകുമ്പോൾ മാത്രമേ സക്കായിക്ക് യേശുവിനെ കാണുവാനായിട്ടുള്ള വഴിയൊരുങ്ങുകയുള്ളൂ എന്നുള്ളത് വിസ്മരിച്ചു പോകരുത്. അതുകൊണ്ട് യേശുവിനെ കാണുവാനായിട്ട് സക്കായിമാർ ആഗ്രഹിക്കുമ്പോൾ അത് സാധ്യമാകുന്നത് കമ്മ്യൂണിറ്റികളിലൂടെയാണ്, സഭയിലൂടെയാണ്, സമൂഹത്തിലൂടെയാണ്, അതല്ലാതെ പുരുഷാരത്തിലൂടെയല്ല. വിവാഹ കൂദാശയിൽ നിങ്ങളെ രാജ്ഞിയും രാജാവുമായിട്ടൊക്കെ വാഴിച്ചു വിടുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമുണ്ട്. പക്ഷേ അതിനോടൊപ്പം സഭ നൽകുന്ന ഒരു പട്ടത്വമുണ്ട്. മണവാളനെയും മണവാട്ടിയെയും കുടുംബമെന്ന സഭയുടെ പട്ടക്കാരായി പട്ടം കെട്ടിയാണെന്ന് വിടുന്നത്. ഈ കുടുംബത്തിലെ പട്ടക്കാരുടെ ജോലിയാണ് ഈ കുടുംബ ജീവിതത്തിലൂടെ സക്കായിമാർക്ക് യേശുവിനെ കാണുവാനായിട്ടുള്ള വഴിവെക്കുക എന്നുള്ളത്. ഇതില്ല എങ്കിൽ കുടുംബം എന്ന് പറയുന്ന ദൗത്യം നഷ്ടപ്പെടും. കുടുംബത്തിൻ്റെ പ്രധാനമായിട്ടുള്ള സുവിശേഷ ദൗത്യം നഷ്ടപ്പെടും. ബിജു ജേക്കബ് പറഞ്ഞു വെച്ച ഒരു കാര്യം വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. 2 കാര്യങ്ങൾ കർത്താവ് വരുന്നിടം വരെയും ചെയ്യണമെന്ന് കൽപ്പിച്ച് ഏൽപ്പിച്ചിട്ട് പോയതാണ്. അതിലൊന്നെന്താണ്? ഞാൻ വരുന്നത് വരെയും വിശുദ്ധ കുർബാന തുടരണം എന്നുള്ളതാണ്. എല്ലാവരും ഭംഗിയായി ആ കാര്യം നിർവഹിക്കുന്നുണ്ട്. പക്ഷെ ഒരു ലാസ്റ്റ് കമ്മീഷനുണ്ട്, അവസാനത്തെ ഒരു കൽപ്പനയുണ്ട്. നിങ്ങൾ ലോകമൊക്കെയിലും പോകണം, എൻ്റെ സുവിശേഷം പറയണം, സകലരെയും ശിഷ്യരാക്കിക്കൊള്ളണം. മതം മാറ്റമല്ല, അത് വേറെ വിഷയമാണ്. പക്ഷേ ഇവിടെ ഇരിക്കുന്ന യേശു തമ്പുരാനെ അനുഗമിക്കുന്നുവെന്ന് അവകാശപ്പെടുന്ന ക്രിസ്ത്യാനികളായ നമുക്ക് യേശു ക്രിസ്തുവിൻ്റെ ഈ അവസാനത്തെ കൽപ്പന ഒരു പ്രാവശ്യമെങ്കിലും നിർവഹിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ട വിഷയമാണ്. യേശുവിനെ അറിയാൻ വയ്യാത്തവൻ്റെ മുമ്പാകെ യേശുവിനെ അവതരിപ്പിക്കുന്ന ഒരു ജീവിത ശൈലി, ഒരു കുടുംബത്തിൻ്റെ ശൈലി. നമ്മുടെ കുടുംബജീവിതം കണ്ടാൽ ആരെങ്കിലും യേശുവിങ്കിലേക്ക് വരുമോ? അതോ യേശുവിനെ വിട്ടുപോകുമോ? ഇത് കാര്യമായി പരിഗണിക്കണം. സക്കായിയുടെ ക്രിസ്തു ദർശനത്തിന് 3ാമത്തെ പ്രതിസന്ധി, അവൻ്റെ അന്വേഷണം. യേശു എങ്ങനെയുള്ളവൻ എന്ന് കാണുവാൻ ശ്രമിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്താണ് സക്കായിയുടെ ഈ അന്വേഷണത്തിൻ്റെ പ്രശ്നം? യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ, ഞാൻ പറയും, സക്കായി കാട്ടത്തിയിൽ നിന്ന് താഴെ ഇറങ്ങുന്നതിന് മുമ്പ് സക്കായിയുടെ ഒരു ജീവിതവും ഫിലോസഫിയുമുണ്ട്. സക്കായി കാട്ടത്തിയിൽ നിന്നും താഴെ ഇറങ്ങിയതിന് ശേഷമുള്ള ഒരു ജീവിതവും ജീവിതത്തിൻ്റെ തത്വവുമുണ്ട്. ഇവിടെ സക്കായി യേശുവിനെ കാണുന്നത്, അല്ലെങ്കിൽ കാണുവാൻ ശ്രമിക്കുന്നത് കാട്ടത്തിയിൽ ഇരുന്നു കൊണ്ടാണ്, ഇറങ്ങുന്നതിന് മുമ്പല്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, യേശു എങ്ങനെയുള്ളവൻ എന്ന് കാണുവാൻ ശ്രമിച്ചതിൻ്റെ അർത്ഥം ഇങ്ങനെ വ്യാഖ്യാനിക്കാം: കൂടെ കൂട്ടി ഈ ബിസിനസ് കൊണ്ടു നടക്കാൻ കൊള്ളാവുന്നവനാണോ എന്നുള്ള നോട്ടമാണ്. കൂടെ കൂട്ടിയാൽ ഇപ്പോൾ നടക്കുന്ന ബിസിനസ് ഭംഗിയായി കൊണ്ടുപോകുവാനായിട്ട് സഹായം ലഭിക്കുമോ എന്നുള്ളൊരു അന്വേഷണമാണിത്. വേദപുസ്തകത്തിൽ എത്രയോ ഉദാഹരണങ്ങളുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നില്ലേ, യാക്കോബ് ഒരു നേർച്ച നേർന്നു. എപ്പോഴാണ് നേർന്നത്? അപ്പനെ കബളിപ്പിച്ച്
സഹോദരനെ കബളിപ്പിച്ച് അപ്പൻ്റെ വീട്ടിൽ നിന്നും അമ്മയുടെ ഉപദേശമനുസരിച്ച് അമ്മയുടെ വീട്ടിലേക്ക് ഓടുന്ന ഓട്ടത്തിനിടയിൽ ഒരു സ്ഥലത്ത് കിടന്നുറങ്ങി. അവിടെ സ്വപ്നം കണ്ടു. തലേണയായി ഉപയോഗിച്ച കല്ല് പിറ്റേ ദിവസം രാവിലെ എടുത്ത് അവിടെ നാട്ടിയിട്ട് യാക്കോബ് നേർച്ച നേർന്നുവെന്ന് നമ്മൾ വായിക്കുന്നു. യാക്കോബിൻ്റെ നേർച്ചയുടെ സാരാംശം ഇതാണ്. അവൻ ഇങ്ങനെയാണ് പറഞ്ഞത്: ഞാൻ പോകുന്ന ഈ യാത്രയിൽ എന്നെ കാക്കുകയും വഴിയിൽ ആഹാരവും വസ്ത്രവും എനിക്ക് തരികയും എന്നെ സന്തോഷത്തോടെ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്താൽ, 3 കാര്യം ചെയ്താൽ, വീണ്ടും 2 കാര്യം ഞാൻ നിനക്ക് തരും. നീ എനിക്ക് കർത്താവായിരിക്കും. 3 കാര്യവും അവൻ പറയുന്നുണ്ട്. സകലത്തിലും ദശാംശം തരും. 3-മതൊരു കാര്യം കൂടെ പറഞ്ഞു: ഈ കല്ലായി നിർത്തിയിരിക്കുന്നിടത്ത് നിനക്ക് ഞാനൊരു ആലയം പണിയും. എന്താണ് യാക്കോബ് പറയുന്നത്? അനീതിക്ക് കൂട്ടുനിന്നാൽ ഒരു കൈക്കൂലി കർത്താവിന് കൊടുക്കാമെന്ന്. അപ്പനെ കബളിപ്പിച്ച്, സഹോദരനെ കബളിപ്പിച്ച്, ലോകക്കാരെ മുഴുവൻ കബളിപ്പിച്ച് നിവൃത്തിയില്ലാതെ ഓട്ടമോടുമ്പോൾ സക്കായി നോക്കിയതുപോലെ കൂട്ടുനിൽക്കുവാൻ ഒരു കർത്താവിനെയാണ് ആഗ്രഹമെങ്കിൽ പൊന്നും കുരിശ് കൊടുക്കും, പള്ളിക്ക് കുരിശുമൂട് പണിത് കൊടുക്കും, വേണമെങ്കിൽ പള്ളി വെച്ച് കൊടുക്കും. കൂട്ടു നിൽക്കാൻ ഒരുത്തനെ മതി. ഇതാണ് നമ്മുടെ അന്വേഷണമെങ്കിൽ രക്ഷപ്പെടാൻ ബുദ്ധിമുട്ടാണ്. സക്കായി യേശുവിനെ കാണുവാനായിട്ട് ശ്രമിച്ചത്, യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാനായിട്ട് ശ്രമിച്ചത് ഇങ്ങനെ ഒരു നോട്ടമാണെങ്കിൽ ഞാനും നിങ്ങളുമൊക്കെ അങ്ങനെയൊക്കെ നോക്കുന്നവരാണെന്ന്. അതല്ല എങ്കിൽ യേശുവിനെ നോക്കുമ്പോൾ ക്രൂശെടുക്കുവാനും ത്യജിക്കുവാനും പിന്നാലെ പോകുവാനും ഒക്കെ തയ്യാറാകുന്ന ഒരു ജീവിതത്തിൻ്റെ അവസ്ഥയിലേക്ക് വരേണ്ടതായിട്ടുണ്ട്. സമയം പരിമിതമായതുകൊണ്ട് തൽക്കാലം സക്കായിയെക്കുറിച്ചുള്ള ചിന്ത ഇവിടെ അവസാനിപ്പിച്ചിട്ട് തിരിച്ചു വരും ഞാൻ സക്കായിലേക്ക്. സക്കായിയുടെ കൂടെ യേശു തമ്പുരാൻ പോകണം. 3-മത്തെ ആള് യേശുവാണ്. എന്താണ് പ്രിയമുള്ളവരെ യേശുവിൻ്റെ പ്രത്യേകത? കാണുവാൻ ആഗ്രഹിക്കുന്നതിൻ്റെ വീട്ടിൽ പോയി താമസിക്കുന്ന ഒരു കർത്താവ്. മനസ്സിലെങ്കിലും ഒന്ന് ആഗ്രഹിച്ചാൽ കൂടെ കയറി താമസിക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാകാം മനസ്സിലും ചിന്തയിലും ഒന്നും ഇന്ന് കർത്താവിനെ വെക്കാത്തത്. കാരണം കൂടെ കയറി താമസിച്ചു പോയെങ്കിൽ വലിയ പ്രശ്നമല്ലേ? അല്ലേ? ഒരു ചോദ്യം കൂടെ. കർത്താവ്, ഞാൻ പലപ്പോഴും ഇത് ചോദിച്ചിട്ടുള്ളതാണ്, കർത്താവ് എപ്പോഴും കൂടെ വേണമെന്നും കർത്താവിനോട് കൂടെ എപ്പോഴും ജീവിക്കണമെന്നും ആഗ്രഹമുള്ളവരൊന്ന് കൈ ഉയർത്തിക്ക്. കള്ളവാ പറഞ്ഞത്, കൈ താത്തിട്ടു. കാരണം എന്താണെന്ന് ഇപ്പൊ പറയാം. ഇപ്പോൾ അടുത്ത ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾ കൈ ഉയർത്തുമെങ്കിൽ ഞാൻ സമ്മതിക്കാം. കർത്താവ് സക്കായിയുടെ കൂടെ വീട്ടിൽ പോയി. വീണ്ടും പുരുഷാരം, നമ്മൾ പറഞ്ഞ പുരുഷാരമാ, പിറുപിറുപ്പുക. എന്താണ് പുരുഷാരം? ഇവൻ പാപിയായ മനുഷ്യന്റെ അടുക്കൽ ചെന്ന് താമസിക്കുവാൻ പോയല്ലോ എന്ന് പറഞ്ഞ് പിറുപിറുക്കുന്ന അവർക്കിഷ്ടപ്പെട്ടില്ല. അച്ഛൻ എല്ലാ വീട്ടിലും പോകണമെന്ന് നമുക്ക് ആഗ്രഹമില്ലല്ലോ. ചില വീട്ടിൽ പോകരുതെന്നല്ലേ? അച്ഛൻ എന്തിനാ അവൻ്റെ വീട്ടിൽ പോയേ? തിരുമേനി എന്തിനാ അവളുടെ വീട്ടിൽ പോയേ? കാരണം അച്ഛൻ എവിടെ പോകണം, കർത്താവ് എവിടെ പോകണം, തിരുമേനി എവിടെ പോകണമെന്ന് ഞങ്ങൾ നിശ്ചയിക്കും. അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു അസ്വസ്ഥതയാണ്. കർത്താവ് സക്കായിയുടെ കൂടെ അവൻ്റെ വീട്ടിൽ പോയി. സുവിശേഷം മുഴുവൻ പരിശോധിച്ച് നോക്ക്. കർത്താവ് എവിടെ ചെന്നാലും കർത്താവ് പ്രസംഗിക്കും, മറ്റുള്ളവർ കേട്ടിരിക്കും. സക്കായിയുടെ ഭവനത്തിൽ തിരിച്ചാ സംഭവിച്ചത്. സക്കായിയുടെ ഭവനത്തിൽ കർത്താവ് മിണ്ടാതിരുന്നു, സക്കായി പ്രസംഗിച്ചു. സക്കായിയുടെ പ്രസംഗത്തിൻ്റെ 1-ാം ഭാഗം എന്താണ് പ്രസംഗിച്ചത്? കർത്താവേ, എൻ്റെ വസ്തുവകകളിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. കർത്താവ് സക്കായിയുടെ വീട്ടിൽ വന്നപ്പോൾ സക്കായിക്കുണ്ടായിരുന്ന പകുതി നഷ്ടപ്പെട്ടു. സക്കായിയുടെ പ്രസംഗത്തിൻ്റെ 2-ാം ഭാഗം ഏതെങ്കിലും അപഹരിച്ചെടുത്തിട്ടുള്ളത് 1-ന് 4 വീതം തിരിച്ചു കൊടുക്കുന്നു. സക്കായി അപഹരിച്ചെടുത്തിട്ടുള്ളതല്ലേ, മറ്റേ പകുതിയും പോയി കിട്ടി.
കർത്താവ് സക്കായിയുടെ വീട്ടിൽ വന്നപ്പോൾ സക്കായി വട്ടപൂജ്യമായി. ഇനി ഞാൻ ചോദിക്കുന്നു, കർത്താവിനെ ജീവിതത്തിൽ വീട്ടിൽ കൊണ്ടുപോകുമോ? എന്ത് പറ്റും? എന്ത് പറ്റും? എന്ത് പറ്റും? വട്ടപൂജ്യമാകും. തയ്യാറാണോ? ഇത് തമാശയായി തിരിച്ചു തള്ളാനുള്ളതല്ല. ഇതിനകത്തൊരു വലിയ സന്ദേശമുണ്ട് പ്രിയമുള്ളവരെ. സക്കായി ഇതുവരെ രക്ഷയെന്ന് കരുതിയിരുന്നതൊക്കെ കൈവിട്ട് കളഞ്ഞപ്പോൾ കർത്താവ് പ്രസംഗം ആരംഭിച്ചു. കർത്താവിൻ്റെ പ്രസംഗം എന്താണ്? ഇവനും അബ്രഹാമിൻ്റെ പുത്രനാകിയാൽ ഇന്ന് ഈ ഭവനത്തിന് രക്ഷയുണ്ടായി. സക്കായി ഇതുവരെ രക്ഷയുണ്ടെന്ന് കരുതിയിരുന്നതൊക്കെ കൈവിട്ട് കളഞ്ഞപ്പോൾ യഥാർത്ഥ രക്ഷയുടെ ഉറവിടമായ ക്രിസ്തു അവൻ്റെ ജീവിതത്തിൽ വന്നപ്പോൾ അവന് രക്ഷയുണ്ടായി. ഇന്ന് നമുക്കെന്തിനാ കർത്താവ് വേണ്ടത്? ഞാനതുകൊണ്ടാണ് ചോദിച്ചത്. ഇന്ന് നമുക്ക് കർത്താവിനെ വേണ്ടത് ഉള്ളത് സംരക്ഷിക്കുവാനും കൂടുതൽ കിട്ടുവാനും. ആർക്ക് വേണം കർത്താവിന് വേണ്ടി നഷ്ടപ്പെടുവാൻ? ആരുണ്ട്? അതാണ് രക്ഷയെന്ന് ഈ സക്കായിയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുകയാണ്. സക്കായിലേക്ക് വീണ്ടും തിരിച്ചു വരുന്നു. സക്കായി നൽകുന്ന പാഠം എന്താണ്? എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഇന്ന് നാം രക്ഷയെന്ന് കരുതി കെട്ടിപ്പിടിച്ച് വച്ചിരിക്കുന്നതൊക്കെ രക്ഷയല്ലാതായി മാറുന്നു എന്ന് കർത്താവ് പറയുമ്പോൾ വിട്ടുകൊടുക്കുവാൻ തയ്യാറുണ്ടെങ്കിൽ അവിടെയാണ് രക്ഷ. കാരണം രക്ഷ ക്രിസ്തുവാണ്, രക്ഷ യേശുവാണ്. യേശു മാത്രം സമ്പത്താകുമ്പോഴാണ് ഒരുവന് രക്ഷയുണ്ടാകുന്നത്. മറ്റൊന്നിലും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ വേറൊരു നാമവുമില്ല. യേശു മാത്രമാണ് രക്ഷ. ഇത് സമ്പാദ്യമായി സക്കായിക്ക് ലഭിച്ചതാണ് ഏറ്റവും വലിയ രക്ഷ. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ക്രിസ്തു ഇന്ന് ആരാണ്? ക്രിസ്തു ജീവിതത്തിൻ്റെ രക്ഷകനായി. അവനെ സ്വീകരിക്കുവാൻ, ഇത് ഒരു വെറുതെ പറയുന്നതല്ല. യേശു ക്രിസ്തുവിനെ നമ്മളെപ്പോഴും പറയുന്ന രണ്ട് വാക്കുണ്ട്. ഹീസ് മൈ ഗോഡ് ആൻഡ് മൈ ലോഡ്. അവൻ എൻ്റെ കർത്താവാകുന്നു. കർത്താവാകുന്നു എന്ന് പറഞ്ഞാൽ, ലോഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? കർത്തൃത്വം നടത്തുന്നവൻ, എൻ്റെ ജീവിതത്തിൻ്റെ കൺട്രോൾ. അത് കർത്താവാക്കുവാൻ മനസ്സുള്ളവരുണ്ടോ എന്നാ ചോദ്യം. അവിടെയാണ് രക്ഷ. പക്ഷെ നമ്മൾ പലപ്പോഴും യേശു തമ്പുരാന്റെ മുമ്പാകെ വന്ന ധനികനായ ചെറുപ്പക്കാരനായ ഒരു മനുഷ്യനെ പോലെ അവനും ഇതുപോലെയാണല്ലോ വന്നത്. എന്തു വന്നു? അവന് കർത്താവിൻ്റെ അടുക്കൽ വന്ന നല്ല ചോദ്യമായിട്ടാണ്, നിത്യജീവനെ പ്രാപിക്കുവാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന്. യേശു അവനോട് ചോദിച്ചു, കൽപ്പനകളൊക്കെ നീ പാലിക്കുന്നുണ്ടോ? നമ്മെപ്പോലെ അവനും പറഞ്ഞു, ചെറുപ്പം മുതലേ പാലിക്കുന്നുണ്ടെന്ന്. പക്ഷേ നിൽക്കേണ്ടവൻ്റെ മുമ്പാകെ നിന്നപ്പോഴാണ് കുറവെന്താണെന്ന് കണ്ടത്. നമ്മുടെ പ്രശ്നം എന്താ? നമുക്ക് ഈ അഹങ്കാരത്തിൻ്റെയും പ്രമാണിത്വത്തിൻ്റെയും പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഈ കണ്ണാടിയുടെ മുമ്പാകെ നിൽക്കുന്നില്ല എന്നുള്ളതാ. ഇന്നിങ്ങോട്ട് പോന്നപ്പോഴേ നിലക്കണ്ണാടിയിൽ മുഖം നോക്കാത്തവരാരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ ഒന്ന് കൈ ഉയർത്തിക്കും. അതുകൊണ്ട് ഈ പ്രായമുള്ള അപ്പച്ചന്മാരും എല്ലാം നോക്കിയിട്ടാണ് വന്നിരിക്കുന്നത്. എന്താ നോക്കിയത്? എന്ത് നോക്കി? നോക്കിയിട്ട് എന്ത് ചെയ്തു? യേശുവാകുന്ന കണ്ണാടിയുടെ മുമ്പാകെ നിൽക്കുമ്പോൾ മാത്രമേ കുറവെന്താണെന്ന് മനസ്സിലാവുകയുള്ളൂ. ആ ചെറുപ്പക്കാരൻ അതുവരെ ശരിയായിരുന്നു, പക്ഷെ അത് കഴിഞ്ഞ് പോയി. അവൻ വരേണ്ടടുത്ത് വന്നു, ചോദിക്കേണ്ടത് ചോദിച്ചു. പക്ഷെ കർത്താവ് പറഞ്ഞപ്പോൾ അവനൊരു വിഷമം. എന്ത്? വിൽക്കണമെന്ന്, ഉപേക്ഷിക്കണമെന്ന്, പിന്നെ വരണമെന്ന്, ഉപേക്ഷിച്ചാൽ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപമുണ്ടാകുമെന്ന്. ഇതൊക്കെ ഒരു തിയറിയാണ് തിരുമേനി. ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. കൺവെൻഷൻ കഴിയുന്നുടനെ ഇറങ്ങിച്ചെല്ലുമ്പോൾ നിങ്ങളും പറയും, തിരുമേനി നല്ല പ്രസംഗമായിരുന്നെന്ന്. ഇതിനങ്ങേപ്പുറത്ത് പോകില്ല. അല്ലെങ്കിൽ പ്രസംഗം ബോറായിരുന്നെന്ന് പറയും. ഇതിനങ്ങേപ്പുറത്ത് പോകണ്ട. ഇതൊരു വാർഷിക പരിപാടിയാണ്. മെൽത്തോയുടെ ഓരോ വർഷം കഴിയുമ്പോഴും യേശു ക്രിസ്തു ജീവിതത്തിൻ്റെ ഒരു യാഥാർത്ഥ്യമാകുവാൻ, ഒരു റിയാലിറ്റി ആകുവാൻ, അവൻ പറയുന്നത് കേൾക്കുവാൻ, ഉപേക്ഷിക്കേണ്ടത് ഉപേക്ഷിക്കുവാൻ. കഴിഞ്ഞ വർഷം
മെൽത്തോ കൺവെൻഷനെ സംബന്ധിച്ചവർ എന്തൊക്കെയാണ് യേശു ക്രിസ്തുവിന് വേണ്ടി ഉപേക്ഷിച്ചത്? ഈ വർഷം മെൽത്തോ കൺവെൻഷനിൽ സംബന്ധിക്കുന്നവർ യേശു ക്രിസ്തു രക്ഷകനാകുവാൻ എന്തൊക്കെയാണ് ഉപേക്ഷിക്കുന്നത്? ഇതൊരു വലിയ ചോദ്യമാണ്. സക്കായി ഒന്നുമില്ലാത്തവനായി വട്ടപൂജ്യമായി യേശു തമ്പുരാന്റെ മുമ്പിൽ നിന്നപ്പോൾ സക്കായിയോട് യേശു പറഞ്ഞു, ഇതാണ് രക്ഷ. കളഞ്ഞതല്ല, ഉപേക്ഷിച്ചതല്ല, പിന്നെയോ യേശുവിനെ അവൻ്റെ ജീവിതത്തിൽ സ്വീകരിച്ചതാണ് രക്ഷ. യേശു ക്രിസ്തു ഇന്ന് നമുക്കാരാണ്? 20 നൂറ്റാണ്ട് ആരാണ്ടോ അനുഭവിച്ചത്, എഴുതി വെച്ചത് വായിക്കുന്ന ഒരു വായനാ സംഘമോ, ആരാണ്ട് പറഞ്ഞു കേട്ട ഒരു കഥ ഏറ്റുപാടുന്ന ഒരു സമൂഹമോ, അതോ ഒരു ഹിസ്റ്റോറിക്കൽ പേഴ്സണാലിറ്റിയോ? ആരാണ് യേശു? യേശു, ഞാൻ തിയോളജി പറയുകയല്ല, യേശു തൃത്വത്തിൽ രണ്ടാമൻ, സെക്കൻഡ് പേഴ്സൺ ഇൻ ഹോളി ട്രിനിറ്റി. പേഴ്സൺ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നാ? യു ക്യാൻ റിലേറ്റ് ഹിം പേഴ്സണലി. എനിക്കും നിങ്ങൾക്കും വ്യക്തിപരമായി ബന്ധിപ്പിക്കുവാൻ, ബന്ധപ്പെടുവാൻ, അനുഭവിക്കുവാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമാണ് യേശു തമ്പുരാൻ. അത് ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് രക്ഷയുണ്ടാകുന്നത്. അത് ജീവിതത്തിൽ വരുമ്പോഴാണ് ആ രക്ഷയിലൂടെ സമാധാനവും സന്തോഷവും ഉണ്ടാകുന്നത്. പ്രാർത്ഥിച്ചില്ലേ? കഴിഞ്ഞ 10-25 വർഷം മുമ്പ് പ്രാർത്ഥിച്ചതൊക്കെ കർത്താവ് തന്നിട്ടും ഒരു സന്തോഷമില്ലാത്തത് എന്താണ്? മുമ്പ് പറഞ്ഞതുപോലെ പട്ടിണി മാറുവാൻ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് തൃപ്തി തന്ന് അധികം തന്നിട്ടും, വീടില്ലാതിരുന്നപ്പോൾ ഒരു വീട് തരണമെന്ന് പ്രാർത്ഥിച്ചപ്പോൾ നല്ല വീടുകൾ തന്നിട്ടും, മക്കൾക്ക് നല്ല വിദ്യാഭ്യാസവും ജോലിയും തരണമെന്ന് പറഞ്ഞ് ജോലിയും വിദ്യാഭ്യാസവും ഒക്കെ തന്നിട്ടും എന്തുകൊണ്ടാണ് ഒരു സന്തോഷമില്ലാത്തത്? ഇല്ലെങ്കിൽ അതിൻ്റെ കാരണം രക്ഷകനായ ക്രിസ്തു ഒരു യാഥാർത്ഥ്യമായി, ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആയി ജീവിതത്തിൽ വരുന്നില്ല എന്നുള്ളതാണ് പ്രിയമുള്ളവരെ. അതുകൊണ്ട് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നിന്നും സക്കായിയുടെ ജീവിതത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നത്, സക്കായിക്ക് അവൻ്റെ ജീവിതത്തിൽ യേശു ക്രിസ്തു ഒരു രക്ഷയുടെ അനുഭവമായതുപോലെ യേശു ക്രിസ്തു രക്ഷയുടെ അനുഭവമാകുവാൻ വിട്ടുകളയേണ്ടത് വിട്ടുകളയുവാനും ഉപേക്ഷിക്കേണ്ടത് ഉപേക്ഷിക്കുവാനും നാം തയ്യാറാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ജീവിതത്തിൻ്റെ ഒരു ആനന്ദമുണ്ട്. ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്നത് ഹാപ്പിനെസ് ആണ്, പ്ലഷറാണ്. ഇതൊക്കെ വളരെ ബാഹ്യമായിട്ടുള്ളതാണ്. പക്ഷെ ഒരു ജോയ്, അത് അകത്തു നിന്നുണ്ടാകുന്നതാണ്. ഒരു ഇന്നർ പീസ്, ഒരു അകത്തെ സമാധാനം, അതുണ്ടാകുന്നത് യേശു ക്രിസ്തു യാഥാർത്ഥ്യമായി ഉള്ളിൽ വസിക്കുമ്പോഴാണ്. അതിന് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മെ വിളിച്ചിരിക്കുന്നത് സക്കായിയെ പോലെ ഒരു അനുതാപത്തിലേക്ക്, ഒരു തിരിച്ചുവരവിലേക്ക്, യേശു ക്രിസ്തുവാകുന്ന ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിലേക്കാണ്. പ്രിയമുള്ളവരെ, ഒരു പുരുഷാരമായി നിൽക്കുവാനായിട്ടുള്ളതല്ല നമ്മുടെ ജീവിതം. പിന്നെയോ ഒരു സഭയായി, ഒരു സമൂഹമായി യേശു ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുവാൻ, യേശു ക്രിസ്തുവിലേക്ക് അനേകരെ നയിക്കുവാൻ അത് കഴിയേണ്ടത് യേശു ക്രിസ്തു ഒരു യാഥാർത്ഥ്യമായി നമ്മുടെ ഉള്ളിൽ ജീവിക്കുമ്പോഴാണ്. ഇത് ക്രിസ്മസിൻ്റെ കാലമാണല്ലോ. പരിശുദ്ധ ആത്മാവ് പരിശുദ്ധ മറിയമിലേക്ക് ഇറങ്ങി വസിച്ചതുപോലെ, ഗർഭിണിയായതുപോലെ ഞാനും നിങ്ങളും യേശു ക്രിസ്തുവിനെ എൻ്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ ഒന്ന് ഗർഭം ധരിച്ചെങ്കിൽ മാത്രമേ യേശു ക്രിസ്തുവിനെ പ്രസവിച്ച് ലോകത്തിന് കാണിച്ചു കൊടുക്കുവാനായിട്ട് കഴിയുകയുള്ളൂ എന്നുള്ള ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കി സക്കായിയുടെ ജീവിതത്തെ പോലെ ഒരു അനുതാപത്തിൻ്റെ, ഒരു മാറ്റത്തിൻ്റെ, ഒരു ഉപേക്ഷിക്കലിൻ്റെ പാതയിലേക്ക് വരുവാനിടയാകട്ടെ. എല്ലാ അനുഗ്രഹങ്ങളും ദൈവം നമുക്ക് നൽകട്ടെ. ഒരിക്കൽ കൂടി ബഹുമാനപ്പെട്ട റോയി അച്ഛനോട്, എല്ലാ വൈദികരോടും, അഭിയൊന്നിയ തിരുമേനിയോട് പ്രത്യേകിച്ചും എൻ്റെ എല്ലാ സന്തോഷവും അറിയിക്കുന്നു. മനം നിറഞ്ഞാണ് ഇതിൻ്റെ ക്രമീകരണം കണ്ട് ഇവിടെ നിന്നത്. എല്ലാ സന്തോഷവും അറിയിച്ചുകൊണ്ട് വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആത്മീയ ജീവിതത്തിന് ശക്തമായ വെല്ലുവിളി ഉയർത്തുന്ന ശബ്ദമായി മാറിയാം അഭിവന്യ പിതാവിൻ്റെ വാക്കുകൾക്ക് തൃപ്പാദങ്ങളിൽ നന്ദി അർപ്പിക്കുന്നു. നമ്മുടെ കാഴ്ചകൾ എളിയവർക്ക് സഹായമാകണം. ഇവിടെ ലഭിക്കുന്ന സ്തോത്ര കാഴ്ച അവശത അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുവാൻ ഇതിൻ്റെ സംഘാടകർ ആഗ്രഹിക്കുന്നു. നമ്മുടെ കാഴ്ചകൾ നമുക്ക് അർപ്പിക്കാം. ഇപ്പോൾ കൊയർ ഗാനം ആലപിക്കും.
ഉയർത്തിയിടുവാൻ എന്നും പുകഴ്ത്തിയിടുവാൻ എന്നും പാടിയിടുവാൻ നീ യോഗ്യനെ. എന്നും ഉയർത്തിയിടുവാൻ എന്നും പുകഴ്ത്തിയിടുവാൻ എന്നും പാടിയിടുവാൻ നീ യോഗ്യനെ. നന്ദി നന്ദി നാഥ അത്യുന്നതനാം ദേവാ, നിൻ നാമം എത്ര വന്ദനീയമേ. ഹല്ലേലൂയ. നന്ദി നന്ദി നാഥ അത്യുന്നതനാം ദേവാ, നിൻ നാമം എത്ര വന്ദനീയമേ. എന്നെ സ്നേഹിച്ചു നീ, സ്വന്തം ജീവനും നീ എനിക്കേകിയതാ വൻ ത്യാഗമേ. എന്നെ സ്നേഹിച്ചു നീ, സ്വന്തം ജീവനും നീ എനിക്കേകിയതാ വൻ ത്യാഗമേ. നന്ദി നന്ദി നാഥ അത്യുന്നതനാം ദേവാ, നിൻ നാമം എത്ര വന്ദനീയമേ. ഹല്ലേലൂയ. നന്ദി നന്ദി നാഥ അത്യുന്നതനാം ദേവാ, നിൻ നാമം എത്ര വന്ദനീയമേ. പാപച്ചീറ്റിൽ നിന്നുമെൻ പാദം ഉയർത്തിയവൻ, പാരിൽ നടത്തുന്നവൻ നീ ഏകനെ. പാപച്ചീറ്റിൽ നിന്നുമെൻ പാദം ഉയർത്തിയവൻ, പാരിൽ നടത്തുന്നവൻ നീ ഏകനെ. നന്ദി നന്ദി നാഥ അത്യുന്നതനാം ദേവാ, നിൻ നാമം എത്ര വന്ദനീയമേ. ഹല്ലേലൂയ. നന്ദി നന്ദി നാഥ അത്യുന്നതനാം ദേവാ, നിൻ നാമം എത്ര വന്ദനീയമേ. അഭിവന്യ ഭദ്രാസന മെത്രാപ്പോലീത്ത കുര്യാക്കോസ് മാർ ക്ലീമീസ് തിരുമേനി, അഭിവന്യ ഏബ്രാഹാം സെറാഫീം തിരുമേനി, നമ്മുടെ വിശിഷ്ട അതിഥി ബിജു ജേക്കബ് അവറുകൾ, നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന വൈദികർ, മറ്റ് വിവിധ സ്ഥലങ്ങളിലെത്തിയ വിശിഷ്ട അതിഥികളെ, നമ്മളുടെ ഈ വർഷത്തെ കൺവെൻഷൻ്റെ പ്രഥമ ദിവസത്തിലെ പരിപാടികൾ സമാപനത്തിലേക്ക് നീങ്ങുകയാണ്. ഈ കൺവെൻഷനിലെ പ്രഭാഷണം നടക്കുന്നതിന് കടന്നു വന്നവരെയും അത് ശ്രവിക്കുന്നതിന് കടന്നു വന്നവരോടുമുള്ള നന്ദി രേഖപ്പെടുത്തുന്നതിന്, ചുരുങ്ങിയ വാക്കുകൾ രേഖപ്പെടുത്തുന്നതിന് ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. കഴിഞ്ഞ വർഷത്തെ കൺവെൻഷൻ്റെ സ്നേഹവും സന്തോഷവുമൊക്കെ ഇപ്പോഴും നിലനിൽക്കുകയാണ്. അതിലൂടെ ലഭിച്ച ശക്തിയും കരുത്തുമൊക്കെയാണ് ഈ വർഷത്തെ കൺവെൻഷനെ നമ്മളെ വിജയത്തിലേക്ക് എത്തിക്കുന്നത്. ഈ ദിവസമെന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ അനുഗ്രഹകരമായ ഒരു ദിവസമായിരുന്നു. പ്രകൃതിയുടെ ആനുകൂല്യമുണ്ടായിരുന്നു, വളരെ ജനപങ്കാളിത്തമുണ്ടായിരുന്നു. ഈ അനുഗ്രഹം വരും ദിവസങ്ങളിൽ നിലനിർത്തുന്നതിന് നമുക്ക് സാധിക്കണം. ഇവിടെ നല്ല പാട്ടുകൾ പാടി ദൈവത്തെ സ്തുതിക്കുന്നതിനും, ഇവിടെ കേൾക്കുന്ന വചനങ്ങളിലൂടെ ദൈവത്തെ ധ്യാനിക്കുന്നതിനും, പ്രാർത്ഥനയിലൂടെ ദൈവത്തിൽ സമർപ്പിക്കുന്നതിനുമൊക്കെ നമുക്ക് അവസരങ്ങൾ തുറക്കുകയാണ്. ഈ രക്ഷയുടെ പാത കുറച്ചു പേർക്കെങ്കിലും ഈ കൺവെൻഷനിലൂടെ തുറക്കപ്പെടുമെന്നുള്ള ഉത്തമമായ ഒരു വിശ്വാസമുണ്ട്. അതിനുള്ള സാധ്യതകൾ തുറക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ യോഗത്തിൽ അധ്യക്ഷം വഹിക്കുന്ന കുര്യാക്കോസ് മാർ ക്ലീമീസ് തിരുമേനി തുമ്പോൺ ഭദ്രാസനത്തിൻ്റെ മെത്രാപ്പോലിത്തായായി സേവനമനുഷ്ഠിക്കുന്നു. ഈ ഭദ്രാസനത്തിന് ഒരു ശക്തമായ നേതൃത്വം തിരുമേനി നൽകിക്കൊണ്ടിരിക്കുന്നു. ഏത് ഉത്തരവാദിത്തം ഏൽപ്പിച്ചാലും അത് സത്യസന്ധതയോടും ആത്മാർത്ഥതയോടും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് തിരുമേനി. സുൽത്താൻ ബത്തേരി ഭദ്രാസനത്തിൻ്റെ മെത്രാപ്പോലിത്ത എന്ന നിലയിലും, സഭയുടെ പ്രാർത്ഥന യോഗത്തിൻ്റെ പ്രസിഡന്റ് എന്ന നിലയിലും, കോളേജുകളുടെ മാനേജർ എന്ന നിലയിലും, പത്തനംതിട്ട കാതോലിക്കൽ കോളേജിലെ അധ്യാപകൻ എന്ന നിലയിലും, പത്തനംതിട്ട തുമ്പോൺ ഭദ്രാസനത്തിലെ വൈദികൻ എന്ന നിലയിലുമൊക്കെ തിരുമേനിയുടെ സത്യസന്ധതയും ആത്മാർത്ഥതയുമൊക്കെ തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. വളരെ ലാളിത്യമായ ജീവിതം കൊണ്ട് നമ്മുടെ ഹൃദയങ്ങൾ കവർന്ന ഒരു വ്യക്തിയാണ്.
തിരുമേനി പ്രകൃതി സ്നേഹിയാണ്. പ്രകൃതി സ്നേഹികൾ ദൈവസ്നേഹികളാണ്, ദൈവസ്നേഹികൾ മനുഷ്യസ്നേഹികളുമാണ്. ഈ തിരുമേനിയുടെ കാര്യത്തിൽ ഇത് വളരെ അന്വർത്ഥമാണ്. ഈ തിരുമേനി കഴിഞ്ഞ വർഷം നമ്മുടെ ഫുൾ ടൈം ഈ കൺവെൻഷനുമായി ബന്ധപ്പെട്ട് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. ഇന്ന് ആദ്യ ദിവസത്തിലേക്ക് കടന്നു വന്ന തിരുമേനിയെ ഈ മെൽത്തോ കൺവെൻഷന് വേണ്ടി ഞാൻ ഹൃദയപൂർവ്വം നന്ദി രേഖപ്പെടുത്തുകയാണ് തിരുമേനിയോട്. അടുത്തതായി നമ്മുടെ സെറാഫീം തിരുമേനി വളരെ ശക്തനായ ഒരു പ്രഭാഷകനാണ്, ചിന്തകനാണ്, ഊർജ്ജസ്വലനായ ഒരു മെത്രാപ്പോലീത്തയാണ്. നമ്മുടെ സഭയുടെ വിവിധ പ്രവർത്തനങ്ങളിൽ അദ്ദേഹം നേതൃത്വം നൽകുന്നുണ്ട്. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ മുൻ ജനറൽ സെക്രട്ടറിയാണ്. തിയോളജിയിലെ ബിരുദവും ബിരുദാനന്ദ ബിരുദവും ഡോക്ടറേറ്റുമൊക്കെ കരസ്ഥമാക്കിയ ഒരു പ്രഗത്ഭനായ വ്യക്തിയാണ്. മികച്ച സംഘാടകനാണ്, വാഗ്മിയാണ്. ഇപ്പോൾ ബാംഗ്ലൂർ ഭദ്രാസനത്തിൻ്റെ ചുമതല വഹിക്കുന്നു. ബാംഗ്ലൂർ ഭദ്രാസനത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റിയെടുക്കുന്നതിന് ഈ ചുരുങ്ങിയ കാലം കൊണ്ട് തിരുമേനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇനിയും കൂടുതൽ കാര്യങ്ങൾ ചെയ്യുവാനുള്ള അവസരം തിരുമേനിക്ക് ഉണ്ടാകട്ടെ. ഈ ബാംഗ്ലൂരിൽ നിന്ന് ഈ കൺവെൻഷനിലേക്ക് പ്രസംഗിക്കുവാനായി ഇത്ര ദൂരം താണ്ടി ഇവിടെ എത്തിയ തിരുമേനിയോട് ഈ അവസരത്തിൽ ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി രേഖപ്പെടുത്തുകയാണ്. നമ്മുടെ ഉദ്ഘാടകനായി എത്തിയ ശ്രീ ബിജു ജേക്കബ് അവറുകൾ വളർന്നു വരുന്ന ഒരു യുഗപ്രതിഭയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം പൗലോസ് മാർ ഗീഗോറിയോസ് തിരുമേനിയുടെ പ്രഭാഷണം വൈദിക സെമിനാരിയിൽ നടന്നപ്പോൾ അതിൻ്റെ മുഖ്യ പ്രാസംഗികൻ ശ്രീ ബിജു ജേക്കബ് അവറുകളായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ പാണ്ഡിത്യം, അറിവുകൾ, ഒരു സമ്മേളനത്തിൽ അദ്ദേഹത്തെ തിരഞ്ഞെടുക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യം എത്രമാത്രമാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അദ്ദേഹം കോട്ടയത്തെ മീനടം സ്വദേശിയാണ്. കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS-ഉം തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് MBA-യും കരസ്ഥമാക്കി. പിന്നീട് അദ്ദേഹം ഈ പ്രൊഫഷനിലൊന്നുമല്ല സ്വീകരിച്ചത്. സാമൂഹ്യ മണ്ഡലങ്ങളിൽ കുറച്ചുകൂടെ സേവന മനോഭാവം കാത്തുസൂക്ഷിക്കുന്നതിനു വേണ്ടി ഓഡിറ്റർ ജനറൽ പദവിയാണ് സ്വീകരിച്ചത്. ഈ കേരളത്തിൽ വരുന്നതിന് മുമ്പ് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിലായിരുന്നു. കുറേ നാൾ മസ്കറ്റിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്ചാതുര്യങ്ങൾ മുഴുവനായി നമുക്ക് ശ്രവിക്കുവാൻ സാധിച്ചില്ല. കാരണം ഉദ്ഘാടകനായി അദ്ദേഹത്തിൻ്റെ സമയപരിധി ചുരുക്കിയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അറിവിൻ്റെ ഭണ്ഡാരങ്ങൾ തുറക്കുന്നതിനുള്ള അവസരമുണ്ടായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അദ്ദേഹം വളർന്നു വരുന്ന ഒരു പ്രതിഭയാണ്. ഇനിയും നമുക്ക് കേൾക്കുന്നതിന് അവസരമുണ്ടാകും ഉണ്ടാകുന്നത് കൊണ്ട് നമുക്കതിനായി കാത്തിരിക്കാം. ഈ മീറ്റിങ്ങിലേക്ക് കടന്നു വന്ന ഉദ്ഘാടന സമ്മേളനം നിർവഹിച്ച ശ്രീ ബിജു ജേക്കബ് അവറുകളോടുള്ള പ്രത്യേകമായി നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഇവിടെ വൈദികരായി നിരവധി ആളുകളുണ്ട്. നമ്മുടെ ടൈസസ് ജോർജ് അച്ഛൻ ഭദ്രാസന സെക്രട്ടറിയാണ്. അപ്രേം എറമ്പാച്ചനുണ്ട്. നിരവധി വൈദികർ എൻ്റെ മുന്നിലുണ്ട്. അവരുടെ എല്ലാവരുടെയും പേരുകൾ ഞാൻ എടുത്തു പറയണമെങ്കിൽ ഒത്തിരി സമയം നമുക്കെടുക്കും. സമയബന്ധിതമായി നമ്മുടെ ഈ യോഗം അവസാനിപ്പിക്കേണ്ടതുകൊണ്ടും വളരെ ചുരുങ്ങിയ വാക്കിൽ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കേണ്ടതുകൊണ്ടും ഞാൻ അതിനൊന്നും തുനിയുന്നില്ല. സമാപന ദിവസം ഇവർക്കെല്ലാം വേണ്ടി, ഇതിൻ്റെ സംഘാടക സമിതിക്കും ഇതിൻ്റെ നേതൃത്വം നൽകുന്ന എല്ലാവർക്കും വേണ്ടി കൃതജ്ഞത രേഖപ്പെടുത്തുമെന്നുള്ളത് കൊണ്ട് ഞാൻ ആ ഭാഗവും വിടുകയാണ്. പക്ഷേ നമ്മുടെ സാമൂഹിക മണ്ഡലത്തിൽ നിന്ന് 1-2 പേര് കടന്നു വന്നവരുടെ പേരുകൾ ഞാൻ ഒന്ന് സൂചിപ്പിക്കുകയാണ്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന ശ്രീ ഏലിയാമ്മ യോഹന്നാൻ, കോഴഞ്ചേരി പ്രസിഡന്റ് ശ്രീ ആനി ജോസഫ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാറാമ്മ ഷാജൻ, നമ്മുടെ മാനേജിംഗ് കമ്മിറ്റി അഡ്വക്കേറ്റ് അനിൽ പി ജോസഫ് തുടങ്ങിയ നിരവധി ആളുകൾ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അനിൽ പി വർഗീസ് തുടങ്ങിയ നിരവധി ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകൾ എൻ്റെ മുന്നിലുണ്ട് എന്ന് എനിക്കറിയാം. അവരുടെ എല്ലാം പേരുകൾ എടുത്തു പറയുവാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിലൊന്നും കിടക്കുന്നില്ല. നമ്മുടെ ഈ യോഗം വളരെ വേഗം അവസാനിപ്പിക്കേണ്ടതുകൊണ്ട് അവസാനമായി ഈ യോഗത്തിലേക്ക് കടന്നു വന്ന എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. നിരവധി സ്ഥലത്ത് നിന്ന്, വളരെ ദൂരെ നിന്ന്, വളരെ സമീപ പ്രദേശത്തെ നിരവധി വിവിധ സഭകളിൽ നിന്നുമൊക്കെ നിരവധി ആളുകൾ എത്തി. ഈ വർഷത്തെ കൺവെൻഷൻ വിജയിപ്പിക്കുന്നതിന് കടന്നു വന്ന നിങ്ങളോട് നന്ദിയുണ്ട്. നാളെയും മറ്റന്നാളും വിവിധ പ്രഗത്ഭരായ വ്യക്തികൾ പങ്കെടുക്കുന്ന ഈ യോഗത്തിൽ കൂടുതൽ ആളുകളുമായി, കൂടുതൽ നിങ്ങളുടെ സഹോദരങ്ങളെ കൂടെ വിളിച്ചുകൊണ്ട് ഈ യോഗത്തിലേക്ക് കടന്നു വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഈ യോഗത്തിലേക്ക് കടന്നു വന്ന എല്ലാ ആളുകൾക്കും ഒറ്റ വാക്കിൽ ഞാൻ ഈ നന്ദി രേഖപ്പെടുത്തുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്.
അതോടൊപ്പം തന്നെ നമ്മുടെ ഈ കൊയർ മനോഹരമായ ഗാനങ്ങൾ ആലപിച്ച അവർ വളരെ നാളുകളുടെ പരിശ്രമത്തിൻ്റെ ഫലമാണ്. അവരോട് ഒരു വാക്ക് പറയാതിരുന്നാൽ അതൊരു വലിയ കുറവാണ് എന്ന് കരുതുന്നുകൊണ്ട് അവരോട് ഞാൻ അവരോടും നന്ദി രേഖപ്പെടുത്തുകയാണ്. എല്ലാവരും ഈ യോഗത്തിലേക്ക് കടന്നു വന്ന് നമ്മൾ ഈ വർഷത്തെ മേൽത്തോ കൺവെൻഷൻ ഒരു രക്ഷയുടെ പുതിയ മാർഗം തുറക്കുന്നതിന് നമ്മുടെ ഈ കൺവെൻഷൻ ഉതകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ആഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഇവിടെ നടക്കുന്ന കൺവെൻഷൻ ലൈവായി ഓർത്തഡോക്സ് ടി വിയിൽ ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട്. orthodoxtv.in എന്ന വെബ്സൈറ്റിൽ അത് ലഭിക്കുന്നതാണ്. അതിന് വേണ്ട ക്രമീകരണം ചെയ്തത് അട്ടത്തറയിൽ മിസ്റ്റർ മാത്യൂസ് ജോൺ ആണ്. അദ്ദേഹത്തെ പ്രത്യേകം സ്മരിക്കുന്നു. ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും നാം എല്ലാവരോടുകൂടി ഈ കൂടിവരന്മേലും ദൂരസ്ഥരും സമീപസ്ഥരുമായിരിക്കുന്ന മാതാപിതാക്കളോടുകൂടെയും ബന്ധുമിത്രാദികളോടുകൂടെയും സ്നേഹിതന്മാരോടും അയൽക്കാരോടുകൂടെയും സഭയിന്മേലും നാടിന്മേലും നവത്ത് പ്രാവശ്യം എല്ലാവരോടുകൂടെയും എല്ലാ കാര്യങ്ങളോടുകൂടെയും വാങ്ങിപ്പോയുടെ ആത്മാക്കളോടുകൂടെയും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകണമേ. ആമീൻ.